ഇവിടെ ഭാഗവതത്തിൻ്റെ കഥാതത്വത്തെ പരീക്ഷത്തിന് ഉപദേശിക്കുന്നത് ശ്രീശുക ബ്രഹ്മർഷിയാണ്. ആ ശ്രീശുക ബ്രഹ്മർഷി ഉപദേശിക്കുന്ന വേളയിൽ വളരെ രസാത്മകമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ശ്രീശുകൻ പറഞ്ഞു തീരുന്ന നിമിഷം തന്നെ പരീക്ഷത്ത് ഉടനെ ചോദിക്കും, ഭഗവാനെ, നാരായണ സ്വരൂപൻ്റെ ഇന്ന കഥ കൂടി കേട്ടാൽ കൊള്ളാം എന്ന് പറയും. അപ്പോൾ അടുത്ത കഥ പറയും. ആ കഥ തീരുമ്പോൾ അടുത്ത കഥ പറയും. ചില സമയത്ത് പരീക്ഷത്ത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീശുകൻ കയറി കഥ പറഞ്ഞു തുടങ്ങും. കാരണം ഭഗവാന്റെ കഥ കേൾക്കുന്നത് പോലെ തന്നെയാണ് പറയുന്നതും ആനന്ദമാണ്. കേൾക്കുന്ന ആൾക്കും ആ ഭഗവാനിൽ ശ്രദ്ധയുള്ള ആളിന് അതിനകത്തുള്ള താല്പര്യം ഒട്ടും കുറയുകയില്ല. പിന്നെന്ത് ചെയ്യും? വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. പറയുന്ന ആളിനും കേൾക്കാൻ വളരെ സന്മനസ്സോടുകൂടി കേൾക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ പറയുന്നതിനും താല്പര്യം കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനൊരു മത്സര ഓട്ടമാണ് ഭാഗവതത്തിൽ പരീക്ഷത്ത് ശ്രീശുകനും. എത്ര വരെ ഭഗവാന്റെ കഥ പറയാൻ പറ്റുമോ അത്രയും കഥകൾ തൻ്റെ മുന്നിലിരിക്കുന്ന പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കണം എന്ന് ആർക്കും ആഗ്രഹമുണ്ട്? ശ്രീശുകൻ ആഗ്രഹമുണ്ട്. വളരെ കുറച്ച് സമയമുള്ളൂ, 7 ദിവസം അല്ലേ? സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കാൻ 7 ദിവസം. അതുകൊണ്ട് തന്നെ 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിച്ച് തീർക്കാൻ പറ്റാത്ത അത്രയും ചരിതങ്ങളോടുകൂടിയ ലീലകളോടുകൂടിയ ഭഗവാന്റെ ചരിതത്തെ വിസ്തരിച്ച് വിജ്ഞാനപ്രദമായി ഭക്തി ആനന്ദത്തോടുകൂടി, വെറുതെ പറഞ്ഞാൽ പോരാ, കഥ പറഞ്ഞാൽ പോരാ, മതിയോ? വിജ്ഞാനപ്രദമായിരിക്കണം, ഭക്തിയാനന്ദത്തോടുകൂടി അതിൽ ലയിച്ച് മുഴുകി പറയണം. അങ്ങനെ കേൾക്കുന്ന ആളും ലയിച്ച് പറയുന്ന ആളും അതിൽ മുഴുകിയാണ് ഭാഗവതത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ ഭഗവാന്റെ ചരിതങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളരെ ഗതിവേഗത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് പരീക്ഷത്ത് ഈ കഥകൾ കേൾക്കുന്ന ആ ഒരു ഫ്ലോ ഒന്ന് കുറഞ്ഞോ എന്നൊരു തോന്നൽ പരീക്ഷത്തിന് തോന്നി. ഭഗവാന്റെ വിവാഹാദി കാര്യങ്ങളും ദാമ്പത്യ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ ശ്രീശുകൻ അല്പനേരത്തേക്ക് പാണ്ഡവന്മാരെയൊക്കെ നോട്ടിച്ചിട്ട് പിടിക്കാൻ പോയി. ഹസ്തിനപുരിയിലെ ചരിതവും അങ്ങോട്ട് ഹസ്തിനപുരിയിലേക്ക് കൃഷ്ണൻ പോയ കഥയുമൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ആ സമയത്ത് പരീക്ഷത്തിന് ആ ഒരു കഥയുടെ ഒഴുക്കിനൊരു വിഘ്നം വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ലയോ ഗുരുനാഥ, അങ്ങ് എന്തേ വളരെ രസകരമായി പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്ന് വളരെ വേഗത്തിൽ ഇങ്ങനെ പാണ്ഡവന്മാരുടെ കഥയൊക്കെ ചേർത്ത് പറയാനൊരു ശ്രമം നടത്തുന്നത്? എന്തേ കൃഷ്ണകഥകൾ പറഞ്ഞ് മതിയായോ, തീർന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പരീക്ഷത്ത് പറഞ്ഞു, കഥ പറഞ്ഞ് തീർന്നതല്ല, ഇനിയുള്ള സമയം വളരെ കുറവായതുകൊണ്ട് ഏത് കഥയാണ് പറയേണ്ടതെന്നുള്ള ചിന്തയിലേക്ക് ഞാനൊന്ന് മുഴുകിയപ്പോൾ മനസ്സിലായില്ലേ, പറയുന്നതിനൊന്ന് ചെറിയ തടസ്സം പോലെ വന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം വളരെ സെലക്ട് ചെയ്തെടുത്ത് പറയുന്ന ഒരു കഥയാണ് കൃഷ്ണസ്യ സഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കൃഷ്ണനൊരു സുഹൃത്തുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം വളരെ ആലോചിച്ചുറപ്പിച്ചിട്ട് എടുത്ത് പറയുന്ന കഥയാണ് ആരുടെ കഥ? കുചേലൻ്റെ കഥ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ ആ കഥയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭഗവാന്റെ ചരിതത്തിൽ ഏതാണ്ട് ബാലലീലകൾ തൊട്ട് അങ്ങ് വിവാഹാദി ചടങ്ങുകൾ വരെയുള്ള ദമ്പതി ജീവിതം വരെയുള്ള അല്ലേ ഭാഗങ്ങളൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. അതിനുശേഷവും അതുകൊണ്ടും പോരാ എന്ന് തോന്നിയിട്ടല്ലേ ഒരു കഥ ആലോചിച്ച് പറയേണ്ടി വരുന്നത് അല്ലേ? അപ്പോൾ ഒരു കഥ ഇപ്പോൾ ഭഗവാനെ പറയുന്നതിനേക്കാൾ പ്രാധാന്യമാണ് ഭാഗവതത്തിൽ ഭഗവാന്റെ ഭക്തനെ പറയുക എന്ന് പറഞ്ഞാൽ. ഇവിടെ ഭാഗവതം പഠിപ്പിക്കുന്നത് ഭഗവാനേക്കാൾ പ്രാധാന്യം ഭക്തൻ എന്നാണ്. മനസ്സിലായില്ലേ? ഭഗവാനിലൂടെ ഭക്തനെ അറിയുക എന്നുള്ളതാണ്. ഭക്തനിലൂടെ ഭഗവാനെ അറിയുക. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തത്വത്തെ ശ്രവിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പല ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരും പറയുന്നത്, ഗുരുവായൂരപ്പൻ അനേകം വിശിഷ്ടമായ ഭക്തന്മാരെ സൃഷ്ടിച്ചു. മനസ്സിലായില്ലേ? ഗുരുവായൂരപ്പൻ ഇങ്ങനെ നല്ല ഭക്തന്മാരെ അങ്ങ് വളർത്തി, മാനം മുട്ടെ അങ്ങ് വളർത്തി. കുറൂരമ്മയും പൂന്താനത്തെയും മേൽപ്പത്തൂരിനെയും ഇല്ലേ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അങ്ങോട്ട് വളർത്തി. വില്യമംഗലത്ത് സ്വാമിയാരെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെയൊക്കെ വളർത്തി. അവരാകട്ടെ ആരെ വളർത്തി? ഗുരുവായൂരപ്പനെ വളർത്തി. മനസ്സിലായില്ലേ? ഗുരുവായൂരപ്പൻ ഭക്തരെ വളർത്തി, ഭക്തർ ഗുരുവായൂരപ്പനെ വളർത്തി. അങ്ങനെ പരിപോഷിക്കപ്പെട്ടതാണ് ഗുരുവായൂർ. നമ്മൾ എടുത്തു നോക്കിയാൽ ഗുരുവായൂരിൻ്റെ ഐതിഹ്യം ഇത്രയും അധികം പ്രശസ്തമായത് ഭക്തന്മാരിലൂടെ അല്ലേ?
പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയും മേൽപ്പത്തൂരിൻ്റെ നാരായണീയവും വില്യമംഗലത്തിൻ്റെ നിറഞ്ഞ ഭക്തിയും കുറൂരമ്മയുമായിട്ടുള്ള ഭഗവാന്റെ സഹവാസവും ഭഗവാനെ പിടിച്ച് വള്ളിക്കൊട്ടയിൽ വരെ അടച്ചിട്ട കുറൂരമ്മയുടെ ചരിതമൊക്കെ എത്ര മനോഹരമാർന്ന ഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണെന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ഭാവം പോലെ ഭാഗവതത്തിൻ്റെ രസം. ഭഗവാന് പ്രിയപ്പെട്ട ഭക്തനെ ഭഗവാൻ ഹൃദയത്തിലേറ്റി ഉയർത്തും. ഇവിടെ ഭാഗവതം പഠിപ്പിക്കുന്നത് ശരിയായ നിലയിൽ ഭഗവാൻ ഭക്തൻ്റെ ദാസനാണ്. മനസ്സിലായില്ലേ? നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു സങ്കല്പത്തിന് വിരുദ്ധമാണ് ഭാഗവതത്തിൻ്റെ യഥാർത്ഥ ചിന്ത. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഭഗവാന്റെ ദാസനാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള. സാധാരണ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളൊരു ശരിയായ ഭക്തനിലേക്ക് ഉയർന്നാൽ, യാതൊരുവിധമായ മോഹവുമില്ലാതെ ഭഗവാനിൽ ലയിക്കുന്ന ഭക്തനായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭക്തൻ്റെ ദാസനായിരിക്കും ആര്? ഭഗവാൻ. ഇവിടെ അതിന് സംശയമൊന്നും വേണ്ട. ആ സംശയവും ഭാഗവതത്തിനുള്ളിൽ തീർത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രഹ്ലാദൻ പറഞ്ഞ ഒരു വാക്ക് അല്ലേ, സർവ്വതിലും ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അസംഭവ്യമായ കരിങ്കൽ തൂണിനുള്ളിലും ഭഗവാന് വന്നു ചേരേണ്ടി വന്നില്ലേ? അല്ലേ? അതുകൊണ്ടല്ലേ തൂണ് വിളർന്നു വരേണ്ടി വന്നത്. അവിടെ വന്ന് ഭഗവാൻ അങ്കുരിക്കേണ്ടി വന്നു. ഇനി ഭഗവാന്റെ തന്നെ ഭക്തനായ അംബരീഷൻ വളരെ ദീർഘമായ വ്രതം നോറ്റു. ആ വ്രതത്തിൻ്റെ പാരണ മുറിക്കുന്ന വേളയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദുർവാസാവ് കടന്നു. ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. ദുർവാസാവ് പറഞ്ഞ സ്നാനം കഴിഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞു. അല്ലേ? സമയത്ത് തിരിച്ചു വന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ആ മുഹൂർത്തം തെറ്റാതിരിക്കാൻ വേണ്ടി അല്പം ജലം ഭക്ഷണമായി ആഹരിച്ചു. വെള്ളം മാത്രമേ കുടിച്ചോളൂ. പക്ഷേ ദുർവാസാവിന് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. താൻ വരുന്നതിന് മുമ്പ് തന്നെ ധിക്കരിച്ചു. ഒരു ഭീകര രൂപത്തെ ഉണ്ടാക്കിയിട്ട് അംബരീഷനെ വധിക്കാൻ വേണ്ടി അയച്ചു. അംബരീഷന് വേണമെങ്കിൽ രാജാവാണ്, രാജാക്കന്മാരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടാവും. ഇല്ലേ? ആയുധം വലിച്ചെടുത്ത് തൻ്റെ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി ആയുധമെടുക്കാം. ഇനി അതല്ലെങ്കിൽ തൻ്റെ സൈന്യത്തെയും അവിടെ പടയാളികൾ നിൽപ്പുണ്ട്, അവരോട് മുന്നിൽ കയറി എതിരിടാൻ പറയാം. ഇതൊന്നും അംബരീഷൻ ചെയ്തില്ല. അംബരീഷൻ എന്ത് ചെയ്തു? ഭഗവാനെ, നിൻ്റെ ഇച്ഛ എന്താണോ അത് നടന്നോട്ടെ എന്ന് പറഞ്ഞ് കൈകൂപ്പി ഭഗവാനെ സ്മരിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ രക്ഷിക്കണേന്നെങ്കിലും പറയില്ലേ? മനസ്സിലായില്ലേ? രക്ഷിക്കുവാനോ ശിക്ഷിക്കുവാനോ പോലുമുള്ള മോഹം. ഒരു തരത്തിൽ പോലും ഭഗവാനെ ബുദ്ധിമുട്ടിക്കാത്തവനാണ് ഭക്തൻ. നമ്മളൊക്കെ എത്ര ബുദ്ധിമുട്ടിക്കില്ല. പഞ്ചായത്ത് ഓഫീസിൽ പോകണം, വില്ലേജ് ഓഫീസിൽ പോകണം, ഇല്ലേ? ബാങ്കിൽ പോയി ലോൺ റെഡിയാക്കി തരണം, വസ്തു കച്ചവടം നടത്തി തരണം, കടം കൊടുത്ത പൈസ പലിശയ്ക്ക് കൊടുത്തത് തിരിച്ചു മേടിച്ച് തരണം. അതിനാണല്ലോ പാൽപ്പായസം നടത്തുന്നത്. അപ്പോൾ പിന്നെ അത് തിരിച്ചു മേടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് അയലത്തുകാരൻ്റെ തലയിൽ തേങ്ങ വീഴണം. എന്തൊക്കെ ജോലിയാണ് ഭഗവാനെ കൊണ്ട് നമ്മളൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. മനസ്സിലായി? ഭഗവാനെ യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുത്തുന്നവരാണ് നമ്മൾ. അപ്പോൾ എന്നിട്ട് പറയും നല്ല ഭക്തനാണെന്ന്. സർവ്വ പണിയും കൊടുത്ത് വീട്ടിലെ ജോലിക്കാരനെ ഓട്ടിക്കുന്ന കണക്കിട്ട് ഓട്ടിച്ചിട്ട് പറയും ഞാനാണ് നല്ല ഭക്തൻ. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ നല്ല ഭക്തൻ എന്താ? എന്നെക്കൊണ്ട് ഭഗവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, ഒന്നും ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ആ അംബരീഷനും അതേപോലെയാണ്. ഭഗവാനെ സ്മരിച്ചു. ഭഗവാനെ നീ എന്ത് തന്നോ അത് ഞാൻ സ്വീകരിക്കുകയാണ്. ഈ നിമിഷമാണ് ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ ആർക്ക് അയച്ചു കൊടുത്തത്? അംബരീഷൻ്റെ രക്ഷയ്ക്ക് ആവശ്യപ്പെടാതെ തന്നെ അയച്ചു കൊടുത്തു. ആ ചക്രം അവിടെ ആ ഭീകരരൂപത്തെ വധിച്ചു. അത് കഴിഞ്ഞ് ദുർവാസാവിൻ്റെ പുറകിൽ പോയി. ആ ദുർവാസാവ് ഓടി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവ് ഓടി ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന് ബ്രഹ്മാവ് പറഞ്ഞു ഇവിടെ രക്ഷയില്ല. അവിടുന്ന് ശിവൻ്റെ അടുത്ത് ചെന്ന് ശിവൻ പറഞ്ഞു ഇവിടെ രക്ഷയില്ല. നേരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം നമുക്കൊരു സംശയം വരും, ബ്രഹ്മാവിന് ശിവനേക്കാളൊക്കെ വലിയ ശക്തിയുള്ള ആൾ വിഷ്ണു, അതുകൊണ്ടായിരിക്കും അവരാരും ഇല്ലേ കൈമലർത്തി. അങ്ങനെയല്ല അവിടെ ചിന്തിക്കേണ്ടത്. ആ അർത്ഥമല്ല നമ്മൾ പുരാണത്തിൽ ഒരു ദേവന് ശക്തി കൂടുതൽ ഒരു ദേവന് ശക്തി കുറവെന്നൊന്നും ഇല്ല. ഇതൊക്കെ നമ്മൾ കാണുന്ന സങ്കല്പങ്ങളാണ്. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ദുർവാസാവ് ചെയ്ത പ്രവൃത്തിക്കൊരു ശിക്ഷ കൊടുക്കാൻ ഈ ചക്രത്തെ അയച്ച ആളാരാണ്? വിഷ്ണു അല്ലേ? വിഷ്ണുവിനൊരു ഉദ്ദേശമുണ്ട്. ഈ ഉദ്ദേശം നടക്കാതെ, ആ ഉദ്ദേശം നടക്കാത്ത രീതിയിൽ ശിവനോ ബ്രഹ്മാവോ ഇടപെട്ടാൽ ആ വിഷ്ണുവിൻ്റെ ഉദ്ദേശം നടക്കുമോ? അവിടെ നടക്കാതെ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആര് കൈമലർത്തിയത്? ബ്രഹ്മാവും ശിവനും കൈമലർത്തി. ഇവിടെ നമ്മുടെ വീടുകളിൽ ഇതിൻ്റെ ഒരു ഉദാഹരണം എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ വീട്ടിലെ കുട്ടികൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അച്ഛൻ അടിക്കാൻ പിടിക്കും. അച്ഛന് മനസ്സിലായത് തെറ്റ് ചെയ്തിട്ടാണ്. അച്ഛൻ അടിക്കാൻ പിടിക്കുമ്പോൾ അമ്മ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് പറയും എൻ്റെ ചെറുക്കനെ തൊട്ടുപോരുത് കേട്ടല്ലേ, എൻ്റെ കുഞ്ഞിനെ ദേഹത്തെങ്ങാണോ അടിച്ചാലാ എന്ന് പറയും. സത്യത്തിൽ ഇത് ആ കുഞ്ഞിനെ വഴിതെറ്റിക്കുന്നതിൻ്റെ കാര്യമായിട്ടാണ്. മനസ്സിലായി? ഇത് സ്നേഹമൊന്നുമല്ല. അത് ആ കുഞ്ഞിനെ വഴിതെറ്റിക്കും. കാരണം എന്താ? തെറ്റ് ചെയ്താലും നമ്മൾ അവിടെ വേറെ ഏതെങ്കിലും തരത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അതല്ലാതെ തീർത്തോണം.
അത് കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവകാശം ബാധിക്കുന്നത് അത് ശരിയല്ല. തെറ്റ് ചെയ്യുന്നത് വെറുതെ അടിക്കുകയാണെങ്കിൽ ശരിയാണ്. ഇനി ഇതുപോലെ തന്നെയാണ് അമ്മ ചിലപ്പോൾ അടിക്കുമ്പോൾ അച്ഛൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ചാടിക്കൊണ്ടേരും. ശകാരിക്കുക എന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ശാസനയും വേണം, അമിതമാകരുതെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ക്രൂരമായി മാറരുത്, മനുഷ്യത്വം ഇഷ്ടിട്ടുള്ള പെരുമാറ്റം ആവരുത്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ചെയ്താണ് കിരട്ടിലെടുത്ത് ഇട്ടിട്ട് കുളിപ്പിച്ച് കളയരുത്, അങ്ങനെയുള്ളതാവരുത്. അല്ലാത്ത തരത്തിലുള്ള ശാസനകളും ആവശ്യത്തിന് വേണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഭഗവാന് തന്നെ എത്രയോ അടി അല്ലേ, യശോദയിൽ നിന്ന് എത്ര അടിയാണ് മേടിച്ചു കൂട്ടിയത്. ഭഗവാൻ എന്താ ആഗ്രഹിച്ചത്? രാമാവതാരത്തിൽ കിട്ടാത്തത് മുഴുവൻ കൃഷ്ണാവതാരത്തിൽ ചോദിച്ചു മേടിക്കലാണ് അല്ലേ. രാമാവതാരത്തിൽ ഒരിക്കലും അടി കിട്ടില്ല, അതെല്ലാം അങ്ങ് ചോദിച്ചു മേടിച്ചുകൊണ്ട് പോകലാണ്. അപ്പോൾ ഇവിടെയും എപ്പോഴും നമ്മൾ അവിടെ വിഷ്ണുവിൻ്റെ ആ മനോഭാവത്തിന് വിഘ്നം വരുത്താൻ ശിവൻ ആഗ്രഹിച്ചില്ല, ബ്രഹ്മാവും ആഗ്രഹിച്ചത്. നേരെ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു. വിഷ്ണുവിൻ്റെ പാദത്തിൽ ദുർവാസ എന്നപ്പം വിഷ്ണു എന്താ പറഞ്ഞത്? എന്നെ ആശ്രയിച്ചിട്ടും കാര്യമില്ല, ഞാൻ ഭക്തൻ്റെ ദാസനാണ്. ഭഗവാൻ തന്നെ പറയുകയാണ്, ഞാൻ ആരുടെ ദാസനാണ്? ഭക്തൻ്റെ ദാസനാണ്. അതുകൊണ്ട് ആ ചക്രത്തിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ ആരാ? അംബരീഷനാണ്. ഞാൻ കേവലം വാടകക്കാരനാണ്, ഞാനത് കൊടുത്തു കഴിഞ്ഞു. അതിപ്പോൾ അംബരീഷനാണ്. നേരെ ആരുടെ പാദത്തിൽ പോകേണ്ടി വന്നോ? അംബരീഷിൻ്റെ പാദത്തിൽ. ഇപ്പം മനസ്സിലായി നമ്മൾ ഭക്തൻ്റെ സ്ഥാനം ഏറ്റവും ഉന്നതമായതുകൊണ്ടാണ് ഭഗവാന്റെ ചരിതങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വേളയിൽ വീണ്ടും ഒരു ഭക്തനെ എടുത്ത് അവതരിപ്പിക്കാൻ ആർക്ക് തോന്നിയത്? ശ്രീശുകന് തോന്നിയത്. വ്യാസൻ അതിനെ ചമച്ച് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ആരാണ് ഈ ഭക്തൻ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഭാഗവതത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പേര് കുചേലൻ എന്നാണ്. പ്രത്യേകിച്ചൊരു പേര് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ചിലർ സുധാമ എന്നൊരു പേര് ചേർത്തൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ യഥാർത്ഥത്തിൽ കുചേലൻ എന്നതിനപ്പുറത്ത് ആ ഭാഗങ്ങളിലൊന്നും സുധാമ എന്നൊരു പേര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊരു പേരില്ല എന്ന് വിശ്വസിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നാണ് വ്യക്തിപരമായ അഭിപ്രായവും. കാരണം നമ്മുടെ ചിന്താവിഷയത്തിന് കുറച്ചുകൂടി പേരില്ലാതിരിക്കുന്നതാണ് സുഗമമായി പോകാൻ ഒരു സാഹചര്യം. ഇവിടെ ഭഗവാനോടൊപ്പം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരുമിച്ച് പഠിച്ച ആളാണ് ആര്? ഈ പറയുന്ന കുചേലൻ. ഇവിടെ എത്ര നാളാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ 64 ദിവസമോ. അപ്പോൾ നമ്മൾ ചോദിക്കട്ടെ, 64 ദിവസം കൊണ്ട് പഠിച്ചു തീർന്നോ? 64 വിദ്യ 64 ദിവസം കൊണ്ട് പഠിച്ചു എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 64 വിദ്യയാണ് ശാസ്ത്രങ്ങളായി വികസിച്ച് നിൽക്കുന്നത് എല്ലാം. അപ്പോൾ 64 വിദ്യ 64 ദിവസം കൊണ്ട് പഠിച്ചു എന്ന് പറയാൻ അത്രയും കഴിവുള്ളവർക്ക് അല്ലേ. നമുക്ക് തോന്ന ദിവസം വേണ്ടി വന്നാൽ ചിലർക്ക് കുറച്ച് ദിവസം മതി എന്നുള്ളതും ഒക്കെ ഒരു കൃത്യതയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ വിദ്യയൊക്കെ പഠിച്ചു. ഈ ഗുരുകുലത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് അവിടെ തന്നെ താമസിച്ച് ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങി അവിടുത്തെ ജോലി ചെയ്ത് അവിടെ ഇല്ലേ, അവിടെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിരുന്നു, അച്ഛനും അമ്മയും ചേരുന്നതാണ് ഗുരു. ആ ഗുരു ജ്ഞാനം കൂടി പകരുന്ന ആളും ആണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഗുരുകുലത്തിൽ എത്തിക്കുന്നതിനോ അവിടെ താമസിപ്പിക്കുന്നതിനോ മടിയുണ്ടായില്ല. കാരണം എന്താ? യഥാർത്ഥ ജീവിതത്തിൻ്റെ പ്രായോഗികമായ പ്രവർത്തികൾ ഗുരുകുലത്തിലാണെങ്കിൽ ചെയ്തും പ്രവർത്തിച്ചും വളരും. അപ്പോൾ കുറച്ചുകൂടി നല്ല കഴിവുള്ളവരായി വളരും. മനസ്സിലായില്ലേ? ഇന്ന് സംഭവിക്കുന്നത് വെച്ചാൽ അമ്മയ്ക്കും അച്ഛനും വാത്സല്യം കൂടും, സ്നേഹം കൂടും. യോ മോളെ അത് ചെയ്യണ്ട, മോനെ അത് ചെയ്യണ്ട, എല്ലാ അച്ഛനും അമ്മയും ചെയ്തു കൊടുത്ത് മക്കളെ അവസാനം മടിയന്മാരാക്കി മാറ്റുന്നതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലല്ലേ? ഗുരുകുലത്തിലാണെങ്കിലോ അവനവൻ്റെ പ്ലേറ്റ് കഴുകണം, അവനവൻ്റെ ഡ്രസ്സ് കഴുകണം, അവനവൻ്റെ ജോലികളൊക്കെ ചെയ്യണം, പിന്നെ ആശ്രമത്തിലെ ജോലികൾ ചെയ്യണം. ഇതൊക്കെ ചെയ്ത് ഒരു കർമ്മ ഉന്മുഖമായി മടിയില്ലാതെ ആലസ്യമില്ലാതെ വളരാനുള്ള പ്രാപ്തി ഗുരുകുലത്തിലൂടെ ലഭിക്കും. ഇന്ന് നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കാതെ വളർത്തുന്നത് ഒരർത്ഥത്തിൽ അവരോടുള്ള സ്നേഹമൊക്കെ ആവണം, പക്ഷേ അവരെ അലസന്മാരും കഴിവ് കെട്ടവരും ദുർബലരുമാക്കി മാറ്റും. മനസ്സിലായില്ലേ? അങ്ങനെയല്ല, അവരെ കൊണ്ട് പറ്റുന്ന ജോലികളെ ചെയ്യിപ്പിച്ചും നമ്മളോടൊപ്പം ഇരുന്ന് ചെയ്തുമൊക്കെ പഠിപ്പിക്കണം. ഇതൊക്കെ നമുക്ക് ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ആചരിക്കാൻ സാധിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഗുരുകുലത്തിലേക്ക് അയച്ചു. ഗുരുകുലത്തിൽ നിന്ന് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള കൂട്ടുകാരെന്നുള്ള നിലയിൽ ഒരുമിച്ച് താമസിച്ചു വസിച്ചു. അപ്പോൾ ആ രീതിയിലുള്ള അനുഭവങ്ങൾ ഒട്ടനവധിയുണ്ട്. അത് കഴിഞ്ഞ് ഇവർ ഗുരുകുലത്തിൽ നിന്ന്, ഗുരുവിൻ്റെ പേരെന്താണ്? ഭഗവാൻ കൃഷ്ണൻ്റെ ഗുരുവിൻ്റെ പേരെന്താ? സാന്ദീപനി എന്നാണ്. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ് ഇവർ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും 2 ധ്രുവങ്ങളിലേക്ക് പിരിഞ്ഞുപോയി. പഠിത്തം കഴിഞ്ഞാൽ അവരുടെ പഠനം കഴിഞ്ഞവർ തിരിച്ചുപോയി.
രണ്ടുപേരുടെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പരിവർത്തനം നമ്മളൊന്ന് ചിന്തിച്ചാൽ, രണ്ടുപേരും ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു അല്ലേ? രണ്ടുപേരും ഗൃഹസ്ഥാശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതം, വിവാഹം കഴിഞ്ഞു ജീവിക്കുകയാണ്. ഇവിടെ ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമമാണെങ്കിൽ അത്യാനന്ദവും അത്ഭുതപ്രദവുമാണ്. എന്താ കാരണം? ഒന്നിലധികം അല്ലേ? അങ്ങനെ ഒരു രീതിയാണ് അവിടെ വർണ്ണിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു നിലയിൽ വലിയ ഒരു കുടുംബത്തെ പോറ്റേണ്ട നാഥനാണ് ഭഗവാൻ. ഇവിടെ കുചേലൻ മറുഭാഗത്തേക്ക് പോയി വിവാഹം കഴിച്ചു. അദ്ദേഹവും ഭാര്യയായി മക്കളായി ജീവിക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ കുചേലനാണെങ്കിൽ വളരെ ആനന്ദം കൊള്ളുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോഴാണ്. അപ്പം കുചേലൻ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ അടുത്തൊക്കെ ഇരുന്നുകൊണ്ട് വിളിച്ചിരുത്തിയിട്ട് പറയും. ഈ പലപ്പോഴും അങ്ങനെയാണല്ലോ, ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭർത്താവ് തൻ്റെ വീരസാഹസ്യതകൾ മുഴുവൻ ആരോടാണ് പറയുന്നത്? ഭാര്യയോടാണ് അല്ലേ? പണ്ട് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നല്ലേ ഞാൻ പറയും. പക്ഷെ ഭാര്യ ഒരിക്കലും തൻ്റെ വീരസാഹസ്യത ആരോട് പറയില്ല? ഭർത്താവിനോട് പറയില്ല. അതുകൊണ്ടാണ് ഭാര്യമാർ ഒരിക്കലും പിടിക്കപ്പെടാത്തത്. ഭർത്താക്കന്മാർ പറഞ്ഞ് അവസാനം കുഴിയിൽ ചെന്ന് വീഴും. എന്നിട്ട് ആലോചിക്കും, വേണ്ടായിരുന്നു, അത് പറയണ്ടായിരുന്നു എന്ന് വിചാരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കുഴിയിൽ ചെന്ന് വീണു എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കടിഞ്ഞാൺ ഭാര്യയുടെ കയ്യിലാവും. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ആണുങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ പറയാൻ ആരെങ്കിലും, കേൾക്കാൻ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു അമ്പട കേമൻ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പൊതു സ്വഭാവമാണ്. അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ കൃഷ്ണനോട് അറിയാവോ, ദ്വാരക ഭരിക്കുന്ന കൃഷ്ണനെ അറിയാവോ, കംസനെ കൊന്ന കൃഷ്ണനെ അറിയാവോ, എൻ്റെ സ്വന്തം കൂട്ടുകാരനെ ഞങ്ങൾ തോളിൽ കൈയിട്ട് നടന്നതാ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കളിച്ചിട്ടുണ്ട്, ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്, ചിലപ്പോൾ അവൻ വലിയ ആളൊക്കെയാണ്, കംസനെ കൊന്ന ആളൊക്കെയാണ്, പക്ഷേ അവൻ എന്നെ തോളിലെടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്, അറിയാവോ എന്നൊക്കെ ചോദിച്ച് താൻ വലിയൊരാളാണെന്നൊക്കെ ആരോട് പറയും? ഇടയ്ക്കിടയ്ക്ക് ഭാര്യയോട് പറഞ്ഞു ബോധിപ്പിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. കൃഷ്ണൻ്റെ തോളിൽ വരെ കയറിയിരുന്ന് കുചേലൻ യാത്ര ചെയ്തിട്ടുണ്ട്. കൃഷ്ണ എനിക്ക് വയ്യ ഇനി നടക്കാൻ എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണൻ പറയും കയറി ഇരുന്നോളാൻ പറഞ്ഞ് തോളിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അത്തരത്തിലൊക്കെയുള്ള കഥകളൊക്കെ ഇങ്ങനെ പറയും. പിന്നെ ആ കൃഷ്ണനാണ് ഇപ്പോഴത്തെ രാജാവായി രാജ്യം ഭരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഭായി ബന്ധമാണ്, അത്ര അടുപ്പമാണ്. ഇതൊക്കെ പറയും. ഇതൊക്കെ പറയുമ്പം പെണ്ണുപിള്ളയുടെ ഈ കുചേലൻ്റെ ഭാര്യയുടെ മനോഭാവം എന്താ? ഇത്രയൊക്കെ സുഹൃത്തുണ്ടായിട്ട് എന്തിനാ മനുഷ്യ നിങ്ങൾ ഈ എന്നെയും കൊണ്ട് ഇങ്ങനെ ഈ പട്ടിണിക്കകത്ത് ഇട്ടേക്കുന്നത്? നിങ്ങൾക്ക് ആ സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി, ഒന്നുകിൽ നിങ്ങൾ ജോലി ചെയ്ത് പൈസ കൊണ്ടുപോവാ, അതോ ചെയ്യുന്നില്ല. കാരണം ആ സമയത്ത് മുഴുവൻ നിങ്ങൾ പോയി ഏതെങ്കിലും ആൽത്തറ ചവിട്ടി പോയിരുന്നിട്ട് എന്ത് ചെയ്യും? കൃഷ്ണ എന്ന് വിളിച്ച് നാമവും ജപിച്ചൊക്കെ അവിടെ ഇരിക്കും. മനസ്സിലല്ലേ? നാമം ജപിച്ചുകൊണ്ടിരിക്കും. മറുഭാഗത്ത് എന്നാൽ ജോലി ചെയ്ത് കൊണ്ടുവരുന്നില്ല, എന്നാൽ മറുഭാഗത്ത് നിങ്ങൾ പോയി ആ കൂട്ടുകാരനെ കണ്ടിട്ട് കുറച്ച് പൈസ മേടിച്ച് ഇവിടെ കൊണ്ടുത്താ, അതും ചെയ്യുന്നില്ല. പിന്നെയോ ഈ കഥ മുഴുവൻ ഞാനിരുന്ന് കേൾക്കുകയും വേണം. ഇതിനിടയ്ക്കാണെങ്കിൽ കുചേലന് വിശപ്പ് വന്ന ആഹാരം ഇല്ലയെന്ന് ചോദിക്കാൻ വരുമ്പം കുചേല പത്നി എന്ത് ചെയ്യും? ഉടനെ ചോദിക്കും, പിന്നെ ആ കൃഷ്ണൻ്റെ ബാക്കി കഥ പറഞ്ഞില്ലല്ലോ. കുചേലൻ ഉടനെ ബാക്കി കഥ പറയാനിരിക്കുമ്പോഴത്തേക്ക് കുചേലൻ വിശപ്പിൻ്റെ കാര്യം മറന്നു. കഥ പറഞ്ഞ് കുചേലൻ ഉറങ്ങും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൃഷ്ണ കഥയുടെ ഒരു തലമായിട്ട് ആ കുചേലൻ്റെ വീട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോയി കുറേ നാളുകൾ പലതവണയും യഥാർത്ഥത്തിൽ ഈ കുചേലന് കൃഷ്ണനെ കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം തൻ്റെ കൂട്ടുകാരനാണല്ലോ. ഇപ്പോൾ നമുക്കും നമ്മൾ കൂടെ പഠിച്ച വളരെ ആത്മാർത്ഥമായൊരു സുഹൃത്തൊക്കെ ഉണ്ടെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് തോന്നത്തില്ല ആ സുഹൃത്തിനെ ഒന്ന് കണ്ടാക്കൊള്ളാം, തോന്നത്തില്ലയോ? നമുക്കൊന്ന് തോന്നും, നമ്മളത് പോകാനൊക്കെ തയ്യാറെടുക്കും. ഇപ്പോൾ ഈ ആഗ്രഹമുണ്ട്, പക്ഷേ പോകാൻ കുചേലനൊരു മടിയുണ്ട്, ഒരു പുറകോട്ട് വലിയുണ്ട്. ഈ പുറകോട്ട് വലി അഭിമാനവും ദുരഭിമാനവും കൂടെ ചേർന്നിട്ടാണ്. അഭിമാനം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നാൽ ഞാനിപ്പോൾ ജീവിക്കുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് ചിലപ്പോൾ കൃഷ്ണന് തോന്നിയാലോ, ചിലപ്പോൾ അത് കണ്ടിട്ട് കൃഷ്ണൻ എന്നെ നോക്കി പരിഹസിച്ചാലോ, നീ ഇതൊക്കെ രക്ഷപ്പെട്ടില്ലോടാ, ഇപ്പോഴും നീ പട്ടിണിയിലാണോ കിടക്കുന്നതെന്ന് എങ്ങാനും ചോദിച്ചാൽ തീർന്നില്ല, നാണക്കേടല്ലേ അല്ലേ? നമ്മളെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനെ കാണാൻ നമ്മൾ പോകുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, നിനക്ക് ജോലിയൊന്നും ആയില്ലേ, ഓ നീ ഇപ്പോഴും കൂലിപ്പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണോ എന്നങ്ങനെ ചോദിച്ച്, നല്ലൊരു തുണിയൊന്നും ഇല്ലടാ ഉടുത്തുകൊണ്ട് നടക്കാനൊക്കെ ചോദിച്ചാൽ നമുക്കൊരു നാണക്കേടല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു നാണക്കേട് ആർക്കുണ്ട്? കുചേലനുണ്ട്. ഇതൊരു അഭിമാനവുമാണ് ദുരഭിമാനവുമാണ്. ഈ അഭിമാനവും ദുരഭിമാനവും ഒരർത്ഥത്തിൽ ഈശ്വരാരാധനയുടെ മുമ്പിൽ ആവശ്യമില്ല, ഉണ്ടോ? ഇത് രണ്ടും എന്തിൻ്റെ ഉൽപ്പന്നമാണ്? ദേഹബോധത്തിൻ്റെ ഉൽപ്പന്നമാണ് അല്ലേ? ഇത് രണ്ടും ദേഹബോധത്തിന് ഉൽപ്പന്നമാണ്. നമ്മളിവിടെ മുമ്പ് ചെന്ന കഥയിൽ പഠിച്ചു, ഗോപികമാരുടെ കഥയിൽ തന്നെ നമ്മൾ പഠിച്ചു, ദേഹബോധം എന്ത് ചെയ്യണം? ഇല്ലാണ്ടാവണമെന്നാണ്. അപ്പോൾ ഇവിടെ കുചേലനിൽ ഈ ദേഹബോധം ഉണ്ട്. അപ്പം അതുകൊണ്ട് കുചേലൻ പോകാൻ മടിയുവാണ്. പലതവണ പ്രാരാബ്ധം കൊണ്ട് കുചേല പത്നി പോകാൻ വേണ്ടി ഉപദേശിച്ചു.
കുചേലൻ ആ സമയത്തൊക്കെ പിന്നാവട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു മാറിക്കൊണ്ടുവരുന്നു. ഇവിടെ ഒരു വീടിൻ്റെ പ്രാരാബ്ധം ഏറ്റവും ആദ്യവും ഏറ്റവും ദൃഢവുമായി അനുഭവിച്ചറിയുന്നത് ആരാ? ആ വീട്ടിലെ ഗൃഹനാഥയായിരിക്കും, അമ്മമാരാണ് അല്ലേ? എന്താ കാരണം? ഗൃഹനാഥൻ അനുഭവിച്ചറിയുന്ന ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ ചോറ് വരാത്തപ്പോഴാണ് ഗൃഹനാഥൻ ചോദിക്കുന്നത്, ഇന്ന് എന്തേ ഇല്ലേ? ഇല്ലേന്ന് ചോദിക്കാൻ അടുപ്പത്ത് ഇടാൻ വല്ലതും വേണ്ടേ എന്ന ചോദ്യം തിരിച്ചു വരും. അതോടുകൂടി സ്റ്റോപ്പാവും. പക്ഷേ ആ വീട്ടിലെ അമ്മയ്ക്ക് ഓരോ ദിവസവും ഇരിക്കുന്ന അരിയിൽ നിന്ന് അരി എടുക്കുമ്പോൾ അറിയാം ഇനി എത്ര ദിവസം കൂടി ഉണ്ട് എന്ന ബോധം അമ്മയ്ക്കറിയാം. ശരിയല്ലേ? കാരണം അവർക്ക് ആ ഒരു അളവുണ്ട്, അതനുസരിച്ച് കുറയുമ്പോൾ തന്നെ. അപ്പോൾ വീടിൻ്റെ ദാരിദ്ര്യം, അതെനക്ക് പ്രാരാബ്ധം കൃത്യമായി മനസ്സിലാക്കുന്നത് അമ്മയാണ്. അതുപോലെ തന്നെ മക്കൾ വിശന്ന് കരയുന്ന മക്കളുടെ ദുഃഖവും വിശപ്പും ഒക്കെ വരുമ്പോൾ അവർ ഓടിയെത്തുന്ന ആരുടെ അടുത്താണ്? അമ്മയുടെ അടുത്താണ്. അവരുടെ ദുഃഖം കാണേണ്ടി വരുന്നതും അമ്മയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കുചേലപത്നി പല സമയത്തും കുചേലനെ നിർബന്ധിക്കും, നിങ്ങൾ ആ കൃഷ്ണയൊന്ന് പോയി കാണ്. കാരണം ആ കൃഷ്ണൻ തൻ്റെ അടുത്ത് ചെല്ലുന്ന എല്ലാവരെയും സഹായിക്കുന്ന ആളെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആരൊക്കെ ചെന്ന് ദുഃഖം പറയുന്ന ദുഃഖിക്കുന്നവർക്കൊക്കെ സഹായം ചെയ്യും. കാരണം രാജാവാണ്. രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരുടെ ഏറ്റവും വലിയ ധർമ്മം ഭാരത സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും സാധാരണക്കാരനായി ഏറ്റവും പിന്നിൽ നിൽക്കുന്നവനെ സേവിക്കലാണ് ഒരു രാജാവിൻ്റെ യഥാർത്ഥ ധർമ്മം. മനസ്സിലായില്ലേ? ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവനെ രക്ഷിക്കുക എന്നതാണ് രാജധർമ്മം എന്ന് പറഞ്ഞത്. ഇന്നത്തെ നാട്ടിലെ ധർമ്മം അതല്ല. മനസ്സിലായില്ലേ? ഇന്ന് ഏറ്റവും വിഷമം അനുഭവിക്കുന്നവനെ വീണ്ടും വിഷമിപ്പിക്കുന്നതാണ് ഇന്നത്തെ ധർമ്മം. അതുകൊണ്ടാണ് ഇന്ന് ധർമ്മമില്ല, ഇന്ന് രാക്ഷസീയ ഭരണമാണ് നടക്കുന്നതെന്ന് പറയാം. അതിൻ്റെ കാരണക്കാരാന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ തന്നെയാണ്. നമ്മൾ കൊടുത്തു മേടിക്കുന്നതാണ്. ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്നൊരു ചൊല്ലുണ്ടല്ലോ. മനസ്സിലായില്ലേ? സുന്ദര മോഹന വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ, വർണ്ണക്കൊടി കാണുമ്പോൾ, മൈക്കിലെ പ്രസംഗം കേൾക്കുമ്പോൾ അല്ലേ, ആജീവനാന്ത പാർട്ടി മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി കണ്ണടച്ച് എങ്ങനെയൊക്കെ നമ്മളെ ദ്രോഹിക്കാവോ അവർക്കൊക്കെ കുത്തി കൊടുക്കും. അവർ കുത്തും മേടിച്ചുകൊണ്ട് പോയി അവർ സുഹൃതമായി ജീവിക്കും. നമ്മളത് കഴിഞ്ഞിട്ട് അവരെ പുറകിൽ നടന്നാൽ പോലും കാണാൻ കിട്ടില്ല. നമ്മൾക്ക് നമ്മുടെ കയ്യിൽ വിനിയോഗിക്കാൻ തന്നിട്ടുള്ള ഏറ്റവും വലിയ സാധനമാണ് ജനാധിപത്യത്തിൽ വോട്ടവകാശം എന്ന് പറയുന്നത്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അടിയറ വെക്കരുത്. നല്ലവൻ ആരാണോ എന്ന് നോക്കി കൊടുക്കണം. വർണ്ണവും നിറവും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലല്ലേ? യോഗ്യതയുള്ളവർ ഭരണസ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടണം. ഏറ്റവും നല്ലതുപോലെ പഠിക്കാൻ മിടുക്കുള്ള കഴിവുള്ള കുട്ടികളാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരാവേണ്ടത്. കാരണം അവന് നാടിനെ നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവും, വിദ്യാഭ്യാസം ഉണ്ടാവും, വിവരം ഉണ്ടാവും, ബോധം ഉണ്ടാവും. ഇന്ന് നാടിനെ നയിക്കുന്ന പലരും പഠിക്കേണ്ട സമയത്ത് കല്ലെറിഞ്ഞ് നടന്നവരും വണ്ടി തല്ലി പൊളിച്ചവരും. മനസ്സിലായില്ലേ? അപ്പോൾ അവർ ഭരിക്കുമ്പോൾ എത്രത്തോളം ഉണ്ടാവും നമ്മൾ. എന്നിട്ട് അവർ പറയും ഞങ്ങളിതെല്ലാം നാടിന് വേണ്ടി ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുത്തുന്നതാണ്. ഏറ്റവും നല്ല മിടുക്കരെ. കാരണം എന്താ? ഒരു ജനതയുടെ മുഴുവൻ കാര്യങ്ങളെയും ചിന്തിക്കാൻ, അത്ര വിശാലമായ നാടിൻ്റെ പുരോഗതിയിലേക്ക് വിലയിരുത്തണമെങ്കിൽ അതിനുള്ള പ്രാപ്തി വേണ്ടേ? ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുക. ശരി, ഇവിടെ പറഞ്ഞു വന്നപ്പോൾ സൂചിപ്പിച്ചുള്ള നിങ്ങളുടെ ആരുടെയും രാഷ്ട്രീയത്തിന് എതിര് പറഞ്ഞതൊന്നുമല്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ദുഃഖത്തേക്ക് വിളിച്ചത്. ഇവിടെ രാജാവിൻ്റെ ധർമ്മം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ ഈ നാടൊക്കെ ഭരിക്കുന്നവർ ഈ ധർമ്മത്തെയും പുരാണത്തെയൊക്കെ എതിർക്കുന്നതും കളിയാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ജനങ്ങൾ പഠിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ജനങ്ങൾ ഇതൊക്കെ പഠിച്ച് ബോധവാന്മാരായ ഇവരുടെ നിലനിൽപ്പ് പോകും. ഇവരെ കാൽച്ചവിടെല്ലാം മണ്ണൊലിച്ചു പോകും. ഇവർ നല്ലതുപോലെ ഇവരെ കാലയെ പിടിച്ച് ജനം നിലത്ത് വലിച്ചഴയ്ക്കും. കാരണം ജനത്തിന് വിവരവും ബോധവും ഒരിക്കലും വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏതാണ്ട് ബഹുഭൂരിപക്ഷം രാഷ്ട്രീയക്കാരനും. കാര്യം എന്താ? തങ്ങളെ ചോദ്യം ചെയ്ത് പൊതുജനം എപ്പോഴും കഴുതയാവണം എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി. അല്പം പുല്ലും അല്പം വെള്ളവും ഇട്ട് കൊടുത്താൽ ബാക്കി അതുവരെയുള്ള എല്ലാം മറന്നിട്ട് കഴുത എന്ത് ചെയ്യും? അലക്കാരൻ്റെ കൂടെ നടന്നോളും. ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ ദുഃഖം എന്ന് നമ്മൾ തിരിച്ചറിയാം. പ്രബുദ്ധരാകുമ്പോൾ എല്ലാ മേഖലയും ആവണം അല്ലേ? എല്ലാ മേഖലയിലും ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഈശ്വരപൂജയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ ചെയ്യുന്ന തൊഴിലായാലും കർമ്മത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഏതൊക്കെ തരത്തിലുള്ള മേഖലയാണെങ്കിലും ഓൺലൈൻ വ്യാപാരമാണെങ്കിലും അതിലെല്ലാത്തിലും ആത്മീയത വേണം. ആത്മീയത ഇല്ലാത്തൊരു മേഖലയില്ല. നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ ആത്മീയത, ഈശ്വരചിന്ത എന്ന് പറയുന്നത് ഈ അമ്പലത്തിൽ പോകുമ്പോഴും പൂജയ്ക്കും വേണ്ടി മാത്രമൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൽ തത്വങ്ങളെന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ച ഭഗവത്ഗീതയാണ് ഇന്ന് ലോകം സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഏറ്റവും വലിയ മാനേജ്മെൻറ്റ്, ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ തളർന്ന്
അവശനായി എന്നെക്കൊണ്ട് ഇനി ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന അർജുനനെ കൊണ്ടല്ലേ ഒരു ഘോര യുദ്ധം വിജയിപ്പിച്ചത് ഭഗവാൻ. എത്രയെത്ര തന്ത്രങ്ങൾ കുശലതകളോടുകൂടി ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്നത് പോലെയല്ലേ ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ ഓരോ കാര്യത്തെയും ഭഗവാൻ മാനേജ് ചെയ്ത് മുന്നോട്ട് പോയത് അല്ലേ? അതിനേക്കാൾ വലിയ മാനേജ്മെൻറ്റ് ശാസ്ത്രം വേറെയില്ല. ആരോഗ്യശാസ്ത്രം എടുത്താൽ ഇങ്ങനെ എല്ലാ തരത്തിലും. അല്ലാതെ നമ്മൾ ഈശ്വരാരാധനയ്ക്ക് പൂജയ്ക്കും വേണ്ടി മാത്രമല്ല ഭാഗവതം, രാമായണം, ഭഗവത്ഗീത, വേദങ്ങൾ, പുരാണങ്ങൾ. നമ്മുടെ അറിവിൻ്റെ മൂർച്ചയും ജീവിതത്തിൻ്റെ മൂർച്ചയും ഏതു മേഖലയിലേക്ക് ഇറങ്ങിയാലും ആ മേഖലകളിലൊക്കെ തന്നെ നമ്മളെ വിജയിപ്പിക്കാനുള്ള സർവശക്തിയും പകർന്നു തരാനുള്ള കഴിവ് നമ്മുടെ ഗ്രന്ഥങ്ങൾ കൊണ്ട്, നമ്മുടെ പുരാണങ്ങൾ കൊണ്ട് അഭിമാനത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ലോക അംഗീകരിക്കപ്പെട്ട ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീൻ, അദ്ദേഹം ഭാരതത്തിൽ ജനിച്ച ആളല്ല. അദ്ദേഹം ഭഗവത്ഗീതയെക്കുറിച്ചിട്ട് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. എൻ്റെ മനസ്സ് പലപ്പോഴും പല പരീക്ഷണങ്ങളിൽപ്പെട്ട് ഇടറിപ്പോകുമ്പോൾ ആ മനസ്സ് തളരുന്ന സമയത്ത് ഞാൻ ഓടിയെടുക്കുന്ന എൻ്റെ അമൂല്യമായ ഖനി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഭഗവത്ഗീതയാണ്. അതെടുത്ത് വെച്ച് ഒന്നോ രണ്ടോ ശ്ലോകം ഒന്ന് വായിച്ചു കഴിയുമ്പോൾ ഞാൻ എനർജറ്റിക്കായ മനുഷ്യനായി തിരിച്ചു വരും. പറഞ്ഞു മനസ്സിലായില്ലേ? ആ എനർജി നേടി തിരിച്ചു വരും. അദ്ദേഹത്തിനടുത്ത് ശിഷ്യപ്പെടാൻ ഭാരതത്തിൽ നിന്ന് ചെന്ന ഒരു ശാസ്ത്രജ്ഞനോട് അദ്ദേഹം ചോദിച്ചു, സംസ്കൃതം അറിയുമോ? അറിയില്ല. ഗീത അറിയുമോ? അറിയില്ല. എന്നാൽ പോയി അത് രണ്ടും പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ നിൽക്കാം. തിരിച്ചയച്ചു. കാരണം സ്വന്തം കയ്യിലുള്ളതിൻ്റെ വില നമ്മൾ അറിയണം. ലോകത്തെ കീഴ്മേൽ മറിക്കുവാനുള്ള കരുത്തുള്ളതാണ് ഭാരതത്തിൻ്റെ സമ്പത്ത്. വിസ്മയം തീർക്കുന്ന അറിവിൻ്റെ ഖനികളുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ. പല ശക്തികളും ആയുധമെടുത്തുകൊണ്ട് ലോകം കീഴടക്കാൻ പോയി ഘോര യുദ്ധം നടത്തുകയും മനുഷ്യക്കുരുതി നടത്തുകയും ചില സമയങ്ങളിൽ പരാജയപ്പെട്ട് തിരിച്ചോടേണ്ടിയും വന്ന ചരിത്രമുണ്ട് അല്ലേ ലോകത്തിൽ. നമ്മുടെ നാട്ടിലേക്കും വന്നു പണ്ട് അലക്സാണ്ടർ. നമ്മളിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ്. പക്ഷേ ഭാരതത്തിൽ വെച്ച് പരാജയപ്പെട്ട് തോറ്റുപോയ ആളാണ് അലക്സാണ്ടർ. സിന്ധു നദി കടന്ന് ഇപ്പുറത്തേക്ക് വരാൻ ഭാരതത്തിൽ അലക്സാണ്ടർക്ക് സാധിച്ചില്ല. പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു നാട്ടുരാജാവ് മുട്ടുകാലി നിർത്തിച്ചിട്ടുണ്ട് അലക്സാണ്ടറെ. ആ പരിക്കേറ്റ് തിരിച്ചുപോയ അലക്സാണ്ടറാണ് മരണപ്പെട്ടത്. ഇതൊക്കെയാണ് ചരിത്രത്തിൻ്റെ യഥാർത്ഥ വസ്തുത. ഇത് മറച്ചു വെച്ചുകൊണ്ട് വെക്കാളയുടെ വിദ്യാഭ്യാസത്തെ പിന്തുടരുന്നതാണ് നമ്മുടെ അപകടം. യഥാർത്ഥ ഭാരതത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നില്ല. ഉണ്ടോ? അഭിമാനകരമായ നമ്മുടെ പൂർവികന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടോ? നമ്മുടെ പാഠപുസ്തകത്തിലുണ്ടോ? അപ്പം നമുക്ക് അഭിമാനിക്കാൻ ഒന്നും ഇല്ലേ നമ്മുടെ നാട്ടിൽ? ഇല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ. അത്തരത്തിലുള്ള നിരവധി ചരിതങ്ങൾ നമുക്കുണ്ട് സ്വന്തമായിട്ട്. ആ അലക്സാണ്ടർ പോലും മുട്ടുകുത്തിയത് ഒരു ഭാരതീയ ഋഷിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ടുണ്ട്. ഭയപ്പെടുത്താൻ ചോദ്യമോ ആയുധമെടുത്തുകൊണ്ട് വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞു. അലക്സാണ്ടർ നോക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പോടാ ചെക്ക, നീ വേറെ പണി നോക്കാൻ പറഞ്ഞു. കാരണം നിനക്ക് ശരീരത്തെ വധിക്കാൻ പറ്റുമോ, ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആത്മാവെന്ന കാഴ്ചപ്പാടിൽ ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുത്തത് ഭാരതമാണ്. നമ്മൾ ആലോചിച്ചൊക്കെ സ്വാമി വിവേകാനന്ദൻ വളരെ യൗവന പ്രായത്തിൽ ചിക്കാഗോയിലേക്ക് കടന്നു ചെന്ന് വിശ്വമത സമ്മേളനത്തിൽ മറ്റു മതങ്ങളുടെ പ്രാധാന്യത്തെ പഠിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച വേദിയിലേക്ക് ചെന്ന അവസാനം ഭാരതത്തിലെ ഹിന്ദു ധർമ്മമാണ് ശ്രേഷ്ഠമെന്ന് അവരെ കൊണ്ട് അംഗീകരിപ്പിച്ച് തിരിച്ചു വന്ന വിവേകാനന്ദൻ ഏതായുധം കൊണ്ടാണ് പോയത്? മനസ്സിലായില്ലേ? ഭാരതത്തിലേക്ക് ഇപ്പം നമ്മൾ കാണുന്നു പ്രയാഗയിലെ കുംഭമേളയിലേക്ക് എത്ര വിദേശികളാണ് വന്നിട്ട് അവിടെ വന്ന് ഭസ്മവും ധരിച്ച് ചന്ദനവും ധരിച്ചുകൊണ്ട് നമശിവായ ചൊല്ലി അവിടെ ഹരേ രാമ ചൊല്ലിക്കൊണ്ട് നടന്നു പോകുന്നത്. ഇവരെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്ന് ആയുധം കൊണ്ടുപോയി പിടിച്ച് കൊണ്ടുവന്നാണോ? ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് മാതാ അമൃതാനന്ദമയി മഠത്തിൽ എത്ര വിദേശികൾ വന്നിട്ടാണ് ഭാരതീയ സംസ്കാരത്തിന് മുമ്പിലിരുന്നുകൊണ്ട് നമ്മൾ പോലും ഭജന പാടാൻ മടിക്കുന്ന സമയത്ത് അവരവിടെ നിന്ന് കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ പാടുന്നത്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ആ കൃഷ്ണഭക്തരായിട്ടുള്ള വ്യക്തികൾ അവരിന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുക. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനം നിരോധിച്ചു തുടങ്ങി. എന്താ കാരണം? അവിടെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ കൃഷ്ണൻ്റെയും രാധയുടെയും പാട്ടുപാടി തെരുവിലൂടെ ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്നത്. മനസ്സിലായില്ലേ? അത്ഭുതകരമായ ചൈതന്യത്തെ ഉളവാക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.
ശരി, ഇവിടെ പറഞ്ഞു വന്നതിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഇവിടെ രാജാവിൻ്റെ ധർമ്മത്തിൽ നിന്നാണ് നമ്മൾ പോയത്. ഇവിടെ കൃഷ്ണൻ നല്ല രാജധർമ്മം അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരനായ പട്ടിണിക്കാരനെയും സഹായിക്കേണ്ട ആളാണെന്ന് ആർക്കറിയാം? കൃഷ്ണൻ അറിയാം. അങ്ങനെ അനവധി പേരെ സഹായിക്കുന്നുണ്ട് എന്ന കാര്യം കൂടിയാണ് കുചേലൻ്റെ പത്നി കുചേലനോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യില്ല, കാരണം നിങ്ങൾക്കൊരു പരിഗണന കൂടെ കിട്ടുമല്ലോ. എന്താ? സുഹൃത്താണ്, കൂട്ടുകാരനാണെന്നൊരു പരിഗണന കൂടി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ കുചേലൻ പോകാൻ തയ്യാറാവില്ല. ഏറ്റവും ഒടുവിൽ ഒരു നിർവാഹവുമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ കുചേലപത്നിയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ട അവസ്ഥ ആർക്ക് വന്നു? കുചേലന് വന്നു. അവിടെ കുചേലപത്നിയുടെ ആ ഒരു അഭ്യർത്ഥനയുണ്ട്. പാരം വിശന്നു കരയുന്ന കിടാങ്ങൾ തൻ, അല്ലേ? പാരം വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖം കാണുവാൻ എനിക്ക് ആവതില്ല. കാരണം ഒരമ്മയ്ക്ക് സാധിക്കില്ല. സാധിക്കുമോ? ആ അവസ്ഥയാണ്. എന്നിട്ട് അതിൻ്റെ ദയനീയ ചിത്രം ഒന്നുകൂടി പറയുമ്പോൾ, അതിൻ്റെ ദയനീയമായ അവസ്ഥ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. അന്നം ഒരു ദിനം ഒരു നേരമെങ്കിലും. നമ്മളൊക്കെ 3 നേരം കഴിച്ചിട്ടും വയറ് നിറയാത്ത എന്താ ഈ വീണ്ടും വേണമെന്ന് പറയുന്ന ആൾക്കാരാണ്. അന്നം ഒരു ദിനം ഒരു നേരമെങ്കിലും. അതിൻ്റെ അർത്ഥം ഒരു ദിവസത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ തന്നെ ഞാൻ സന്തോഷവതിയാണ്. അമ്മ പറയുന്നതാണ്. നമ്മളൊക്കെ മക്കൾക്ക് 3 നേരം കൊടുത്തിട്ട് പിന്നെ പറയും ഇവൻ സ്നാക്സ് കഴിക്കുന്നില്ല. കഴിക്കിടാ മോനെ, മനസ്സിലായില്ലേ? അന്നമൊന്നും അങ്ങനെ കൂട്ടേണ്ടതല്ല, അവർക്ക് വിശപ്പ് വരുമ്പം കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മളങ്ങനെയൊന്നുമല്ല. നമുക്ക് കുറിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ മക്കൾക്ക് രുചി കൊടുക്കും. എന്താ കാര്യം? മക്കൾക്ക് കുറിക്കുന്നതിൻ്റെ പേരിലാണല്ലോ നമ്മളെ കുറിപ്പ് കിടക്കുന്നത്. അപ്പം അങ്ങനെയായി മാറി. അപ്പോൾ ആ ഒരു തലത്തിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് ഒരു ദിനം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലെന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ അവസ്ഥ എന്താ? 3 നേരം കൊടുക്കണമെന്നില്ല. 3 നേരം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികമായ ആകർഷണത്തെയും അവരുടെ മനോഭാവത്തെയും ഉപേക്ഷിക്കുക ചെയ്യുന്നത്. എന്താ പറയുന്നത്? നല്ല വസ്ത്രങ്ങൾ, നല്ല ആഭരണങ്ങൾ, ഇവയിലൊന്നും എനിക്ക് മോഹമില്ല. സാധാരണഗതിയിൽ സ്ത്രീകളെ സംബന്ധിച്ചോളം ഭക്ഷണം വേണോ ആഭരണം വേണോ എന്ന് ചോദിച്ചാൽ എന്തു പറയും? ആഭരണം മതി എന്ന് പറയും. കാരണം അതങ്ങനെയാണ്. ഈ വാരിക്കൂട്ടി വെക്കുന്ന കണക്കാ, ഈ തേൻ ശേഖരിച്ച് വെക്കുന്ന കണക്കാ. വസ്ത്രം വേണമെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഈ 2 കാര്യത്തിനകത്ത് വളരെ താല്പര്യമുള്ളവരാണ്, അല്ലേ? ഇത് രണ്ടും അറിയണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ നിന്ന് ഭാര്യയും ഭർത്താവിടെ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മക്കളും ഭർത്താവും ഒക്കെ വെളിയിൽ ഇറങ്ങിയതുകൊണ്ട് പിന്നെ അരമണിക്കൂർ കാത്തു നിൽക്കണം. ട്രെയിൻ ലേറ്റാണ്. വിളിക്കുമ്പോൾ പറയും നിൽക്കുന്നേതാ ഇപ്പോൾ വരാം. എന്താ കാര്യം? ഒന്ന് തിരിഞ്ഞു നോക്കി, ഒന്ന് ചരിഞ്ഞു നോക്കി, ഇല്ലേ? കാര്യം നമുക്കൊരു തൃപ്തി അങ്ങോട്ട് വരില്ല. അങ്ങനെ നിന്ന് പോവും. എല്ലാ മനുഷ്യനും ഉണ്ട് ഓരോ ദുർബലതകൾ. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയണ, വസ്ത്രത്തിലും എനിക്ക് താല്പര്യമില്ല, ആഭരണത്തിൽ അതൊന്നും വേണമെന്ന്. അത് അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ മറ്റു സുഖങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല നിങ്ങൾ ആരെ കാണാൻ പോകേണ്ടത്? കൃഷ്ണനെ കാണാൻ പോകേണ്ടത്. ആകെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. എന്താ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ. അത്തരത്തിൽ പറയുമ്പോൾ പിന്നെ ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? കുചേലൻ പറഞ്ഞു ഞാൻ പോകാം, സമ്മതിച്ചു. ഇനി പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ. എന്താ കാരണം? ഇവിടെ ധർമ്മബോധം, വിദ്യാഭ്യാസമുള്ള ആളാണ് കുചേലൻ. ഭഗവാനോടൊപ്പം പഠിച്ചതൊക്കെയാണ്. അപ്പോൾ ധാർമ്മികമായ വിദ്യാഭ്യാസമുണ്ട്. ധാർമ്മികമായ തലത്തിൽ മാതാപിതാക്കളെ കാണാൻ പോകുമ്പോൾ, വൃദ്ധരായ മാതാപിതാക്കളെ കാണാൻ പോകുമ്പോൾ, നമ്മളിന്ന് അകന്ന് താമസിക്കുകയാണെന്ന് വെക്കുക, അവരെ കാണാൻ പോകുമ്പോൾ, അതുപോലെ തന്നെ ഈശ്വരനെ കാണാൻ പോകുമ്പോൾ, ക്ഷേത്രത്തിൽ പോകുമ്പോൾ, അതുപോലെ ഗുരുനാഥന്മാരെ കാണാൻ പോകുമ്പോൾ, മനസ്സിലായില്ലേ? രാജാവിനെ കാണാൻ പോകുമ്പോൾ ഈ 5 സ്ഥലത്ത് വെറും കൈയോടെ പോകരുതെന്നൊരു തലമുണ്ട്. ഇവിടെ കൃഷ്ണനെ കാണാൻ പോകുന്ന രാജാവിനെ കാണാൻ പോവുകയാണ്. കൃഷ്ണൻ യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്നുള്ള കാഴ്ചപ്പാടിൽ ആരെത്തിയിട്ടില്ല? കുചേലൻ എത്തിയിട്ടില്ല. കുചേലൻ ഇപ്പോഴും കൂട്ടുകാരനാണ്. ഇച്ചിരി പണമുള്ള, രാജാവായിട്ടുള്ള കഴിവുള്ള കൂട്ടുകാരൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ. വെറും കൈയോടെ പോയാൽ എങ്ങനെയാണ്? ആ സമയത്ത് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാര്യ ഇങ്ങനെ പറയില്ലല്ലോ, അന്ന ഒരു നേരം ഒരു ദിനമെങ്കിലും ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഇനി അതിൻ്റെ പേരിൽ ഇദ്ദേഹം പോകാതിരിക്കണ്ട. അതിനുവേണ്ടി അന്യഗൃഹങ്ങളിൽ പോയി ഭിക്ഷയെടുത്തു.
ഭിക്ഷയെടുത്ത് കിട്ടിയത് കുറച്ച് അവിലാണ്. അത് കൊണ്ടുവന്നിട്ട് ഒരു പഴകിയ വസ്ത്രത്തിൽ, ജീർണിച്ച വസ്ത്രത്തിൽ കെട്ടി. ജീർണിച്ച വസ്ത്രം എന്നൊക്കെ പറയുന്നത് ഇവിടെ നമ്മളെ ചില കാര്യങ്ങളിലേക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ജീർണിച്ച വസ്ത്രത്തിൽ കെട്ടി കുചേലൻ്റെ കൊടുത്തു. കുചേലൻ ഇതുമായിട്ട് നേരെ ഭഗവാനെ അന്വേഷിച്ചു പോവുകയാണ്. എവിടെയാണ് ഈ ദ്വാരകയെന്നൊന്നും ആർക്കും അറിയില്ല. കൃഷ്ണൻ ഇതോടെ കുചേലന് അറിയില്ല. കുചേലൻ ഇങ്ങനെ ആ ദ്വാരക അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്. അതിനിടയ്ക്ക് വെച്ചിട്ട് വെള്ളം കുടിയില്ല, ആഹാരം കഴിപ്പില്ല, ഒന്നുമില്ല. പിന്നെ കൃഷ്ണനെ കാണണമെന്നുള്ള മോഹം വന്നു. കൂട്ടുകാരനെ കണ്ടേ പറ്റൂ. ഇത്രയും കാലം മനസ്സിൽ ആഗ്രഹിച്ചിരുന്നെങ്കിലും വേണ്ട വേണ്ട എന്ന് വെച്ചെങ്കിലും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണെങ്കിലും ആരെ കാണാനായിട്ട് പുറപ്പെട്ടു? കൃഷ്ണനെ കാണാൻ പുറപ്പെട്ടു. അപ്പോൾ പിന്നെ കൃഷ്ണനെ കാണുന്നത് വരെ മറ്റൊരിടത്തും വിശ്രമിക്കേണ്ട എന്നുള്ള നിലയിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ആ ഒരു യാത്ര വളരെ ചിന്തനീയമായ യാത്രയാണ്. മനസ്സുകൊണ്ട് ആടി ഉലഞ്ഞിട്ടാണ് കുചേലൻ പോകുന്നത്. ഞാൻ ചെല്ലുമ്പോൾ കൃഷ്ണൻ എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ? കാരണം പ്രാരാബ്ധം കൊണ്ട് ശരീരമൊക്കെ ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട്. പിന്നെയോ രാജാവായിരിക്കുന്ന ആൾ സാധാരണക്കാരനായി എന്നെ കണ്ടിട്ട് കൂട്ടുകാരനാണെന്ന് പറയുന്ന നാണക്കേട് കൊണ്ട് ചിലപ്പോൾ നീ ഏതാണെന്നെങ്ങാനും ചോദിച്ച് ഇറക്കി വിടുമോ? ഇനി ഞാൻ ചെല്ലുന്നത് എന്തെങ്കിലും പണം മോഹിച്ചിട്ട് സമ്പത്ത് ചോദിക്കാൻ വേണ്ടി ചെല്ലുകയാണ് തെറ്റിദ്ധരിക്കുമോ? അല്ലേ? ഒരു സുഹൃത്ത് നല്ല കാശുകാരനാണെങ്കിൽ വേറൊരു സുഹൃത്ത് ഏറ്റവും പാവപ്പെട്ടതാണെങ്കിൽ ഈ പാവപ്പെട്ട സുഹൃത്ത് എന്നാൽ ധനികനായ സുഹൃത്തിന് ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടാവും. അവൻ വരുന്നുണ്ട്, വീട്ടിൽ അകത്ത് കയറിയിട്ട് പെണ്ണുമ്പിള്ളടുത്ത് പറയും ഇല്ലെന്ന് പറഞ്ഞേക്കാം. എന്താ കാര്യം? ഉണ്ടെങ്കിൽ അവൻ കടം മേടിക്കാനാണ് വരുന്നതെന്ന് പറയും. ചിലപ്പോൾ അങ്ങനെ എങ്ങാനും ഇനിയിപ്പോൾ എന്നെ കണ്ടില്ല എന്ന് നടിക്കും. ഇങ്ങനെയൊക്കെയുള്ളൊരു മാനസികമായ ഉലച്ചിൽ ആർക്കുണ്ട്? യഥാർത്ഥത്തിൽ ഇവിടെ കുചേലനുണ്ട്. അത് വളരെ കൃത്യമായിട്ട് രാമപുരത്ത് വാര്യർ അദ്ദേഹത്തിൻ്റെ വഞ്ചിപ്പാട്ടിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ അത് വർണ്ണിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ വാടി ഉലയുന്ന ഒരു വഞ്ചിയെ പോലെ, വഞ്ചി നമുക്കറിയാലോ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് ഉലഞ്ഞുലഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ കുചേല വൃത്തത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതേ അവസ്ഥയിലാണ് ഇവിടെ കുചേലൻ ഇങ്ങനെ വന്നത്. ഒരു സ്ഥിരതയില്ല. ഇനി കൃഷ്ണൻ്റെ അടുത്തേക്ക് കയറാൻ പറ്റുമോ? ഭടന്മാർ ഓട്ടിക്കുമോ? ഇതൊക്കെ ഇങ്ങനെയുള്ള പല ധാരണകളിലാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് പല പല വലിയ വീടുകളും കണ്ടു. അത് കൃഷ്ണൻ്റെ വീടാണെന്ന് പറഞ്ഞ് ഓടിച്ചെന്നു, കയറി ചെന്നു. കൃഷ്ണൻ്റെ വീടല്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവർ പലരും കൃഷ്ണനെ പ്രിയപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ്. അവരൊക്കെ കൃഷ്ണനെ തിരക്കി വന്ന ആളായതുകൊണ്ട് ഇരിക്കുക, ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുന്നതൊക്കെ പറഞ്ഞാലും കുചേലൻ പറഞ്ഞു വേണ്ട, അതൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതെല്ലാം ഉപേക്ഷിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെ തനിക്ക് വന്ന് ഇടയ്ക്ക് വന്നു ചേർന്ന് എല്ലാ സൽക്കാരങ്ങളും വിശ്രമിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പലരും ഒരുക്കി കൊടുത്തു. അതൊന്നും സ്വീകരിക്കാതെ എത്ര തളർന്നിട്ട് പോലും പിന്നെയും ആരെ തേടി പോവുക? കൃഷ്ണനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവുക. അങ്ങനെ ഒടുവിലെത്തി നേരെ ദ്വാരകയിലെത്തി. ഇവിടെ ദ്വാരകയെ വർണ്ണിക്കുന്നത് 7 നില മാളിക എന്നുള്ള നിലയിലാണ്. അതിൻ്റെ മുന്നിലെത്തിയിട്ട് അകത്തോട്ട് കയറാൻ ശ്രമിച്ചപ്പോൾ ദ്വാരപാലകന്മാരുണ്ട്, കാവൽക്കാർ. അവർ തടഞ്ഞു. എന്തുകൊണ്ടാണ് അവർ തടഞ്ഞതെന്ന് ചോദിച്ചാൽ, രാജാവിൻ്റെ കൊട്ടാരമെന്ന് പറയുമ്പോൾ അവിടുത്തെ വൃത്തിയും ശുദ്ധിയൊക്കെ നമുക്കറിയാലോ. വളരെ മനോഹരമായി കൊട്ടാരത്തിനുള്ളിലേക്കാണ് വളരെ ദുർഗന്ധപൂരിതമായ ശരീരവുമായ ഒരു മനുഷ്യൻ കടന്നു വരുന്നത്. ദുർഗന്ധപൂരിതം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. പ്രാരാബ്ധത്തിൻ്റെ ദുർഗന്ധം, മനസ്സിലായില്ലേ? ജീവിതത്തിൽ പ്രാരാബ്ധത്തിനൊരു ദുർഗന്ധമുണ്ട്. പ്രാരാബ്ധങ്ങൾ അകലുന്നതാണ് സുഗന്ധം. അപ്പോൾ പ്രാരാബ്ധത്തിൻ്റെ ദുർഗന്ധമുണ്ട്. പിന്നെ വേഷവിധാനങ്ങൾ കൊണ്ട് തന്നെ മുഷിഞ്ഞ അവസ്ഥയാണ്. പിന്നെ ബഹുദൂരം നടന്നു വന്നതിനനുസരിച്ചിട്ടുള്ള വിയർത്ത് കുളിച്ച് ആ ഒരവസ്ഥയിൽ മണ്ണും പൊടിയും ഒക്കെ ഏറ്റ് ആ വല്ലാത്തൊരവസ്ഥയിൽ ദുർഗന്ധപൂരിതമായി ചെളി കൊണ്ട് നിറഞ്ഞ അവസ്ഥയാണ് ശരീരത്തിന് ഉള്ളത്. അതുകൊണ്ട് ദ്വാരപാലകന്മാർ അകത്തോട്ട് കയറ്റിയില്ല, തടഞ്ഞു. അപ്പോൾ ഈ ദ്വാരപാലകന്മാർ തടയുമ്പോൾ തൻ്റെ അവസാനത്തെ ആശ്രയമായിട്ടാണല്ലോ കൃഷ്ണനെ കാണാൻ വരുന്നത്. ഇത്രയും നാൾ കാത്തിരുന്ന് വരാതിരുന്നിട്ട് അവസാനത്തെ ഒരു ആശ്രയം പോലെ ആണ് ആരെ കാണുന്നത്? കൃഷ്ണനെ കാണുന്നത്. ആ അവസാനത്തെ ആശ്രയം നഷ്ടപ്പെട്ടാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ ആശ്രയം നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ ഭഗവാനെ വിളിക്കുന്നൊരു വിളിയുണ്ടല്ലോ, ഒരു ഹൃദയം നിറഞ്ഞ വിളിയായിരിക്കും. തകരുന്ന കണക്കല്ലേ വിളിക്കുന്നത്? ആണോ അല്ലയോ? ഇവിടെ അവസാനത്തെ ആശ്രയം നഷ്ടപ്പെട്ടതോടെ കുചേലൻ നിലത്ത് വീണു. അതുവരെ പിടിച്ചിരുന്ന ആൾ നേരെ നിലത്തേക്ക് വീണു, മുട്ടുകുത്തി നിലത്തേക്ക് വീണു. ആ നിലത്ത് നമസ്കരിച്ച് കൈകൊണ്ട് തൊട്ട് നമസ്കരിക്കുന്നത് പോലെ തളർന്ന് ഇരിക്കുന്ന ആ അവസ്ഥയിൽ അദ്ദേഹം ഉറക്കെ ആർത്തനാദം പോലെ കൃഷ്ണ എന്നൊരു വിളി അദ്ദേഹത്തിൻ്റെ കണ്ടനാളത്തിൽ നിന്ന് പുറത്തു വന്നു. ആ വിളി ആപൽബാന്ധവനായ സാക്ഷാൽ ഭഗവാന്റെ ഹൃദയത്തിൽ വന്ന് തറച്ചൊരു ക്രൂരമ്പ് തറയ്ക്കുന്നത് പോലെ. ആ നിമിഷം കൊണ്ട് താൻ ഏർപ്പെട്ടിരുന്ന എല്ലാ വിനോദങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് കൃഷ്ണൻ തൻ്റെ ഭക്തൻ്റെ ഹൃദയം നിറഞ്ഞുള്ള വിളി കേട്ടാൽ സർവാശ്രയവും നഷ്ടപ്പെടുന്ന സമയത്ത് പൂർണ്ണ ശരണാഗതനായി തന്നെ ആര് വിളിച്ചാലും ആ വിളിയിലേക്ക് ആരോടിയെത്തും?
ഭഗവാൻ ഓടിയെത്തും. ഇവിടെ പൂർണ്ണ ശരണാഗതിയാണ്. അഭിമാനത്തോടെയും ദുരഭിമാനവും കൊണ്ട് നടന്ന കുചേലൻ ഇവിടെ സർവാശ്രയം നഷ്ടപ്പെട്ടപ്പോൾ അഭിമാനവും ഇല്ല, ദേഹബോധവും ഇല്ല, ഒന്നുമില്ല, തളർന്നു. മനസ്സിലായില്ലേ? ഞാനെന്ന ഭാവവുമില്ലാതെ കൃഷ്ണ എന്ന് വിളിച്ച് ആ വിളി ആരൊക്കെ കേൾക്കുവോ കേൾക്കത്തില്ലയോ, നാണക്കേട് ഉണ്ടാവുമോ ഉണ്ടാവത്തില്ല, ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. ആ വിളിയോടുകൂടി അവിടെ ഇരുന്നപ്പോൾ ആ വിളി കേട്ട് കാരുണ്യശാലിയായ ഭഗവാൻ അവിടെ നിന്ന് താഴേക്കോടി. കൂടെ രുക്മിണി സത്യഭാമയൊക്കെ എന്താ കൃഷ്ണൻ എന്തിനാ ഇത്രയും വേഗത്തിൽ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ആലോചിച്ചു. കാരണം എന്താ, ഭക്തൻ്റെ വിളി വന്നാൽ പിന്നെ മറ്റൊന്നും ഭഗവാന് തടസ്സമല്ല. ഭഗവാൻ നേരെ എത്തി നേരെ കുചേലനെ വാരിപ്പുണരാൻ ചെല്ലുമ്പോൾ കുചേലൻ ഒഴിഞ്ഞൊഴിഞ്ഞു മാറും, പലതവണ ഒഴിഞ്ഞു മാറും. ഭഗവാന് മനസ്സിലായി കുചേലന് ഭഗവാന്റെ ഈ ശരീരത്തിലേക്ക് തൻ്റെ ദുർഗന്ധം ചെന്ന് ചേരരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഒഴിഞ്ഞു മാറുന്നത്. ഭഗവാൻ ബാഹ്യമായ സൗന്ദര്യത്തെയോ ബാഹ്യമായ അഴുക്കിനെയോ അല്ല ഭഗവാൻ നോക്കുന്നത്, ആന്തരികമായ മനഃശുദ്ധി ഉണ്ടോ എന്ന് മാത്രമാണ്. മനസ്സിലായില്ലേ? ഈ മനഃശുദ്ധി ഉണ്ടോ എന്നുള്ള ഭാവം മാത്രമാണ് ഭഗവാൻ നോക്കുന്ന ഏക ഘടകം. ആ ഭഗവാൻ ആ കുചേലനെ മാറോട് ചേർത്ത് വാരിപ്പുണർന്ന് അത്തരത്തിലൊരു ആലിംഗനം രുക്മിണിക്ക് പോലും ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള നിലയിലാണ് രുക്മിണി നോക്കിക്കൊണ്ടിരുന്നത്. അത്ര സ്നേഹത്തോടു കൂടി ആലിംഗനം ചെയ്ത് കുചേലനെയും കൂട്ടിക്കൊണ്ട് നേരെ എവിടേക്ക് വന്നു? നേരെ തന്നെ സ്വീകരിക്കുമോ, കൃഷ്ണൻ തന്നെ കണ്ടാൽ തിരിച്ചറിയുമോ എന്നൊക്കെ ചിന്തിച്ച കുചേലൻ്റെ ചിന്തകളെയെല്ലാം തന്നെ നിഷ്ഫലമാക്കിക്കൊണ്ട് ഭഗവാൻ ഇരിക്കുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട സപ്രപഞ്ച കട്ടിലിൽ തന്നെ ആരെ കൊണ്ടിരുത്തി? കുചേലനെ കൊണ്ടിരുത്തി. അവിടെ ഇരുത്തിയെന്ന് മാത്രമല്ല, ആ കുചേലൻ്റെ പാദം കഴുകി ആ പാദത്തിൻ്റെ തീർത്ഥം തൻ്റെ ശിരസിലേക്ക് തെളിച്ചു. ഗംഗാനദി പോലും ഉത്ഭവിക്കുന്നത് സാക്ഷാൽ നാരായണ പാദത്തിൽ നിന്നാണ്. സർവ്വലോകത്തെയും ശുദ്ധീകരിക്കുന്ന ഗംഗ പോലും ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നെങ്കിൽ ഇവിടെ ഇതാ ഭക്തൻ്റെ പാദം കഴുകിയ ജലത്തിന് ഗംഗാജലത്തേക്കാൾ പ്രാധാന്യം ആര് കൊടുത്തു? ഭഗവാൻ. അതാണ് അത്രയും പരമശാലിയാണ് ഭക്തനോട്, കാരുണ്യശാലിയാണ് ആര്? ഭഗവാൻ. അത് തളിച്ചു. അത് രുക്മിണിക്കും സത്യഭാമയ്ക്കൊക്കെ തളിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ആനന്ദത്തോടെ സർവ്വവിധ വസ്ത്രങ്ങൾ കൊടുത്തു, ആഭരണങ്ങൾ കൊടുത്തു. തൻ്റെ കഴുത്തിൽ കിടന്ന രുക്മിണിയുടെ കഴുത്തിൽ കിടന്ന് കിട്ടിയതൊക്കെ വാരി എല്ലാം ഇട്ടങ്ങ് കൊടുത്തു. കുചേലൻ ഇതിനകത്തൊന്നിലും നോക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു വിഗ്രഹത്തിനകത്തേക്ക് വിഗ്രഹത്തിൻ്റെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ മാല ചാർത്തുന്നതാണോ? നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള അലങ്കാരം ചെയ്യും അതുപോലെ ആ കുചേലനെ ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങ് അലങ്കരിച്ചു. പട്ടുവസ്ത്രങ്ങളൊക്കെ ചുറ്റി എല്ലാ ആഭരണങ്ങളും ഒക്കെ കൊടുത്തു. കുചേലനെ അവിടെ ഇരുത്തി കുചേലനെ പൂജിച്ചു. അത് കഴിഞ്ഞ് കുചേലനോട് വൃത്താന്തങ്ങളൊക്കെ ചർച്ച ചെയ്തു. പണ്ട് ഗുരുകുലത്തിൽ പഠിച്ചതും താമസിച്ചതും കളിച്ചതും ഒരുമിച്ച് കാട്ടിൽ പോയതും ഇടി വന്നപ്പോൾ ഭയന്നതും ഓടി ഒളിച്ചതും മഴ വന്നപ്പോൾ വിറച്ചുകൊണ്ട് പരസ്പരം കെട്ടിപ്പുണർന്ന് ആ ഒരു രാത്രി പൂർണ്ണമായിട്ട് തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടതും അങ്ങനെയുള്ളതൊക്കെ ഇവിടെ അയവിറക്കി. എന്താ കാരണം? ഭഗവാനെ കുചേലൻ സ്വീകരിച്ച ആലിംഗനത്തോടെയാണല്ലോ. അതുപോലെ ഒരു ആലിംഗനത്തിലാണ് ആ തണുപ്പ് കാലത്ത് ഒരുമിച്ച് രക്ഷപ്പെട്ടതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം പറഞ്ഞു. ഗുരുവരൻ അനുഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഭഗവാൻ കുചേലനെ അങ്ങോട്ട് മനസ്സിരുത്തി പഠിക്കുകയാണ്. കുചേലൻ ഒരിക്കലും തന്നെക്കുറിച്ചിട്ടല്ല പറയുന്നത്, ഭഗവാനോടൊപ്പം കഴിഞ്ഞ നിമിഷങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഭഗവാനും പല കാര്യങ്ങളും പറഞ്ഞു. നാനാവിദ്യകളൊക്കെ അഭ്യസിച്ചതും ആ വിദ്യകളൊക്കെ നാനാവിദ്യകളൊക്കെ അഭ്യസിച്ച് കഴിവുള്ളവരായി നമ്മൾ മാറിയില്ലേ എന്നൊക്കെ ഭഗവാൻ തന്നെ ഓർമ്മപ്പെടുത്തും. എന്താ കാര്യം? വിദ്യയൊക്കെ നേടുന്നത് എന്തിനാണ്? ജീവിതത്തിൽ വിജയിക്കാനാണ്, പരാജയപ്പെടാനാണോ? ഇത് കുചേലനോടുള്ള ഭഗവാന്റെ ഒരു ഉണർത്തലാണ്. മനസ്സിലായില്ലേ? നാനാശാസ്ത്ര വിദ്യകളും നമ്മൾ നേടി, എന്നിട്ട് എന്തേ കുചേല നീ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയത് എന്നൊരു ചോദ്യം ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നേരിട്ട് ചോദിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. എന്നിട്ട് ചോദിച്ചു, വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ. ജ്യേഷ്ഠത്തിയമ്മ എന്ന് പറഞ്ഞാൽ കുചേലൻ ഭഗവാനേക്കാൾ പ്രായത്തിന് മൂത്താളാണ്. അപ്പോൾ ജ്യേഷ്ഠത്തിയമ്മ അവിടെ നിന്ന് പോരുമ്പോൾ ഒന്നും എനിക്ക് തന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്തെങ്കിലും കൊണ്ടുവന്നില്ലേ? സ്നേഹത്തോടു കൂടി വിരുന്ന് വന്നപ്പോൾ കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. കുചേലനാകട്ടെ ഭഗവാന്റെ മുമ്പിലിരിക്കുന്ന വിഭവസമൃദ്ധമായ സദ്യയൊക്കെ സാധനങ്ങളൊക്കെ കണ്ടിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇതുവരെ അപമാനിക്കപ്പെട്ടിട്ടില്ല. ഇനി ഭഗവാന് കഴിക്കാനെന്നും പറഞ്ഞ് ഈ കശത്തിരിക്കുന്ന അവിലെടുത്ത് കൊടുക്കാൻ പറ്റൂ? ഈ അവിലാകട്ടെ നല്ല ഒന്നാന്തരമായിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുക. എന്താ കാര്യം? വിയർത്ത് കുളിച്ചിരിക്കുന്ന വിയർപ്പ് കൊണ്ട് നല്ല ഗംഭീരമായിട്ട് നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ശർക്കരയും തേങ്ങ ഇട്ട് കൊടുക്കുന്ന കണക്കല്ല,
ഈ വിയർപ്പിൻ്റെയും അഴുക്കിൻ്റെയും കൊണ്ട് മുഷിഞ്ഞ അവസ്ഥയിൽ അവിലിങ്ങനെ ഇരിക്കുക. അതെടുത്തങ്ങാനും തുറന്ന് കാണിച്ചാൽ ചിലപ്പോൾ ഭഗവാൻ കുഴപ്പമൊന്നും പറഞ്ഞില്ലെങ്കിലും ചിലപ്പം രുക്മിണിയും സത്യഭാമയും കൂടെ വഴക്കുണ്ടാക്കിയാലോ. അതുകൊണ്ട് കുചേലൻ എന്ത് ചെയ്തു? മറച്ചു പിടിക്കാൻ ശ്രമിച്ചു ജാള്യതയോടെ. പക്ഷെ ഭഗവാനാകട്ടെ ഇത് മനസ്സിലാക്കി. തനിക്ക് നൽകുന്നത് നല്ല ഭക്തരായിട്ടുള്ളവർ അല്പം ജലമാണെങ്കിലും അതൊരു പൂവാണെങ്കിലും ഒരു കായാണെങ്കിലും ഒരു ഇലയാണെങ്കിലും അതിനെ ഞാൻ ഭക്തിയോടെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കും. ഭക്തിഹീനന്മാർ ഇനി എന്തൊക്കെ വലുത് കൊണ്ടു തന്നാലും ഞാനത് സ്വീകരിക്കുകയില്ല എന്ന ഭാഗവത്തിൻ്റെ തത്വത്തെ അവിടെ ചേർത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ആ അവിൽക്കിഴി പിടിച്ചു മേടിച്ചു. തനിക്കെന്തോ വലിയ അമൃതം കിട്ടിയ ആനന്ദത്തോടുകൂടി അവിൽക്കിഴി ഉയർത്തി കാണിച്ച് തുള്ളിച്ചാടി. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഒരു മധുര പലഹാരം ലഭിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദത്തെ പോലെ ഭഗവാൻ തുള്ളിച്ചാടി ആ അവിൽക്കിഴി അഴിച്ച് അതിൽ നിന്ന് അവില് വാരി കുചേലൻ്റെ പ്രതീക്ഷകളെ എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട്, കുചേല നിറഞ്ഞ ഭക്തിയോട് നീ സമർപ്പിച്ചത് എനിക്ക് അമൃതിന് തുല്യമാണ്, യശോദയൂട്ടിയ ആ ഭക്ഷണത്തിന് തുല്യമാണെന്ന് കാട്ടിക്കൊണ്ട് അത് നേരെ കഴിച്ചു. രണ്ടാമത്തെ പിടി വാരുമ്പോൾ രുക്മിണീ ദേവി കയ്യിൽ കയറി പിടിച്ചു. മതി, ഈ ഒരു പിടി തന്നെ അങ്ങ് കഴിച്ചതോടുകൂടി തന്നെ സംതൃപ്തമായി. അതുകൊണ്ട് ഇനി തന്നേരെ എന്ന് പറഞ്ഞ് മേടിച്ചു മാറ്റി. ഇത് കൊള്ളാത്തത് കൊണ്ട് മേടിച്ചു മാറ്റിയാണോ? പിന്നെ എന്തുകൊണ്ടാണ് മേടിച്ചു മാറ്റിയേ? കാരുണ്യത്തോടെ ഭഗവാന്റെ ഒരനുഗ്രഹം മാത്രം മതി. അത് ഒരു പിടി എടുത്തതോടുകൂടി കുചേലൻ്റെ ദാരിദ്ര്യങ്ങളെല്ലാം നേറി പ്രാരാബ്ധങ്ങളകന്നു. രണ്ടാമത്തെ ഒരു പിടി വാരിയാൽ കുചേലൻ ആ നിമിഷം ഭഗവാനിൽ ലയിക്കും. മനസ്സിലായില്ലേ? ഒരു പിടി വാരിയതോടെ കുചേലൻ്റെ പ്രാരാബ്ധം തീർന്നു. രണ്ടാമത്തെ പിടി വാരിയാൽ കുചേലൻ മോക്ഷഗതിയായി. ആ നിമിഷം തന്നെ കുചേലൻ ഭഗവാനിൽ ലയിക്കും. അങ്ങനെ ലയിച്ചാൽ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആൾ തിരിച്ചു ചെല്ലുമ്പോൾ ഭർത്താവ് ഇല്ലാത്ത അവസ്ഥയാവത്തില്ലേ? അതൊരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് രുക്മിണി അവിടെ തടഞ്ഞു. ഈ കിഴി വാങ്ങി അവിടെ വെച്ചു. ഇത് കഴിഞ്ഞ് അന്നത്തെ രാത്രിയിൽ അവിടെ തന്നെ കഴിഞ്ഞു. ഭഗവാൻ തന്നെ അടുത്തിരുന്ന കാൽപാദമൊക്കെ തടവിക്കൊടുത്തു. തന്നെ അന്വേഷിച്ച് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കാലിനുണ്ടായ വേദനയൊക്കെ മാറാൻ വേണ്ടി തടവിക്കൊടുത്തു. അവിടെ രുക്മിണി തന്നെ വീശി കൊടുത്തു. ഇങ്ങനെയൊക്കെ വെഞ്ചാമരമൊക്കെ വീശി കൊടുത്ത് അവിടെ കഴിഞ്ഞു. നേരം വെളുത്തു. നേരം വെളുത്തപ്പോഴത്തേക്ക് ഭഗവാന്റെ സ്വഭാവം മാറി. ഈ കൃഷ്ണ സ്വഭാവത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അടിക്കടി മാറിക്കൊണ്ടേയിരിക്കും. ഭഗവാൻ കുചേലനോട് ചോദിച്ചു, എന്താ പോന്നില്ലേ? ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ? നമ്മളൊക്കെ വീട്ടിലൊരു ബന്ധു വന്നാൽ നമ്മൾ ചോദിക്കില്ലേ? ഒരു ദിവസം കഴിഞ്ഞ് ചോറൊക്കെ കൊടുത്തിട്ട് രാവിലെ ആകുമ്പോൾ ചോദിക്കുക, എപ്പോഴാണ് പോകുന്നത്? വണ്ടി എപ്പോഴാണ്? അതെ, ഞാൻ 5-6 ദിവസം നിൽക്കാൻ വന്ന. അയ്യോ, നാളെ ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്, ഞങ്ങൾ രാവിലെ എല്ലാവരും അങ്ങ് പോകും. എന്താ കാര്യം? അടുത്ത വണ്ടിക്ക് കയറ്റി വിടണമല്ലോ. ഇവിടെ ഭഗവാനും ആ രീതിയിലല്ല. പക്ഷെ ഇവിടെ ഭഗവാന് ഒരു വലിയ ദുർബലതയുണ്ട്. നമ്മൾ സാധാരണ പറയും ഭഗവാന്മാർക്ക് ദുർബലം. പക്ഷേ ഇവിടെ ഭഗവാനൊരു ദുർബലതയുണ്ട്. ഭക്തൻ ഭഗവാന്റെ വീക്ക്നെസ്സാണ്, ദുർബലതയാണ്. കുചേലൻ ഇനിയും കുറച്ച് സമയം കൂടി തന്നോടൊപ്പം കഴിഞ്ഞാൽ കുചേലനെ പിന്നെ ഉപേക്ഷിക്കാൻ ആർക്ക് സാധിക്കില്ല? ഭഗവാന് സാധിക്കാത്തൊരു. കുചേലനല്ല പ്രശ്നം, ഭഗവാനാ പ്രശ്നം. പിന്നെ കുചേലൻ പിരിഞ്ഞു പോയാൽ ഭഗവാൻ ചിലപ്പോൾ ഇരുന്ന് കരഞ്ഞുകൊണ്ട് കുറേ അടക്കേണ്ടി വരും. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ എന്ത് ചെയ്യണം? മമതയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അത് മുറിച്ചങ്ങ് വിട്ടേക്കണം. മനസ്സിലായില്ലേ? മമത ആരോടും ഇല്ലാത്ത ഭഗവാനാണ്. പക്ഷേ ഭക്തന്മാരോട് ഭഗവാൻ ഒരു തീരാത്ത മമതയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ കുചേലനെ തിരിച്ചയക്കണം. കുചേലന് വേറെ ഭാവവ്യത്യാസമൊന്നുമില്ല. പോകാൻ പറഞ്ഞാൽ പോവും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. മനസ്സിലായില്ലേ? എന്ത് വേണമെങ്കിലും താനിപ്പോൾ ചെയ്യും. ആ രീതിയിലേക്ക് അങ്ങ് ലയിച്ചു. ആ ഒരു നിലയിലേക്ക് എത്തപ്പെട്ട അവസ്ഥയിൽ കുചേലന് ഇട്ടുകൊടുത്ത ആഭരണം മുഴുവൻ ഭഗവാൻ അങ്ങ് ഊരി മേടിക്കാൻ തുടങ്ങി. ഇട്ടുകൊടുത്തപ്പോഴും അനുവാദം ചോദിച്ചില്ല അല്ലേ? ഇട്ടപ്പോഴും കുചേലൻ ഒന്നും പറഞ്ഞില്ല. ഇതേ കണക്ക് തന്നെ കുചേലൻ്റെ ഇട്ടുകൊടുത്തിട്ടുള്ള സർവ്വസാധനവും ഊരി മേടിച്ചു. കുചേലൻ അനങ്ങിയില്ല, ഒന്നും വേണ്ടിയിട്ടില്ല. നമ്മളൊക്കെ ആണെങ്കിൽ അവസാനം പറയത്തില്ലേ, ആ ഒരു ചെറിയ ചെയിനെങ്കിലും ഇനി ഇട്ടേരെന്ന് പറയില്ലേ? അല്ലെ അരിഞ്ഞാണമെങ്കിലും കിടക്കട്ടെ കൃഷ്ണ, അത് ആരും കാണും, രുക്മിണി കാണത്തില്ലല്ലോ, ഞാൻ തുണിയുടെ ഇടയിലോട്ട് കയറ്റി വെച്ച് ഞാനങ്ങ് കൊണ്ടുപോയിക്കോളാം എന്നെങ്കിലും പറയും. ഇതൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം ഊരി മേടിച്ചു. ഇനി ആഭരണങ്ങൾ ഊരി മേടിച്ചത് പിന്നെയും നമുക്ക് സഹിക്കാം. കുചേലന് ഉടുക്കാൻ കൊടുത്ത വസ്ത്രങ്ങൾ വരെ ഊരി മേടിച്ചു. മനസ്സിലായില്ലേ? ഇവിടെ വന്നപ്പോൾ പട്ട് വസ്ത്രങ്ങളൊക്കെ കൊടുത്തു, ആഭരണങ്ങൾ കൊടുത്തു, എല്ലാം ഊരി മേടിച്ചു. അവസാനം കെട്ടിയ പട്ട് കോണകം വരെ അഴിച്ചു മേടിച്ചിട്ട് തലേന്ന് ഉടുത്തോണ്ട് വന്നതെല്ലാം അവിടെ മൂലയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ കൃഷ്ണൻ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് ഉടുത്തോണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഒരു ദാക്ഷിണ്യമില്ല ഭഗവാന്. അതെല്ലാം എടുത്തിട്ട് പറഞ്ഞ് പൊയ്ക്കോളാൻ പറഞ്ഞു കുചേലനെ. കുചേലൻ അന്നേരവും മിണ്ടില്ല. നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞില്ലേ, ഭഗവാനെ ആ ഉടുത്ത മുണ്ടെങ്കിലും ഇഞ്ഞിത്താ,
ഒരു തോർത്തെങ്കിലും നല്ലതാ, ഞാൻ അത് കൊടുത്തോണ്ടങ്ങ് വീട്ടിൽ പൊയ്ക്കോളാം എന്ന് പറയും. മനസ്സിലായില്ലേ? ഇത് ഒന്നും ചോദിച്ചില്ല. അതായത് കുചേലൻ ഈ തന്നതിലോ എടുക്കുന്നതിലോ ഒന്നും ആരില്ല, കുചേലൻ്റെ മനസ്സ് ബന്ധിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അതാണ് കുചേലൻ ആ സമയത്തൊക്കെ ഒരാനന്ദത്തിൽ അനുഭവിക്കുക. എന്താനന്ദം? ഭഗവാന്റെ സാന്നിധ്യത്തിൽ. അതല്ലാതെ അതിനകത്ത് തൻ്റെ കഴുത്തിൽ ഇത് ഇട്ടതും കുചേലൻ അറിയുന്നില്ല, എടുത്തതും അറിയുന്നില്ല. ഇതൊക്കെ എടുത്തു. എന്തിനാ ഭഗവാൻ ഇത് ചെയ്തത്? കുചേലൻ്റെ ഭക്തിയെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. കുചേലൻ ഇവിടേക്ക് വരുന്നത് ഭാര്യ പറഞ്ഞു വിട്ട ആഗ്രഹങ്ങൾ തീർക്കാനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കുചേലൻ്റെ ഭാര്യ പറഞ്ഞു വിട്ടത് കുറേ സമ്പത്ത് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടതെങ്കിലും കുചേലൻ അതിന് വഴിപ്പെട്ടിട്ടില്ല പൂർണ്ണമായിട്ട്. കുചേലൻ അന്നേരവും അതിലൂടെ കണ്ട ഒരു അവസരം എന്ന് പറയുന്നത് തൻ്റെ കൂട്ടുകാരനെ കാണാമെന്നുള്ളതാണ്. കൃഷ്ണനെ കാണാം എന്നുള്ളതാണ് കുചേലന് അവിടെ എടുത്തത്. ഇവിടെ വന്നെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ലിസ്റ്റ് പോലെ ഇവിടെ കൊടുത്തില്ല. മനസ്സിലായില്ലേ? ഇനി അല്ലാതെ ഇട്ടുകൊടുത്ത സാധനത്തിലും മനസ്സ് ബന്ധപ്പെട്ടിട്ടില്ല. ഊരി മേടിച്ചപ്പോഴും ബന്ധമില്ല, ഇതെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചയച്ചു. കുചേലൻ ഇവിടെ നിന്ന് തിരികെ എത്തുന്ന സമയത്ത്, കുചേലൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുചേലൻ്റെ മനോഭാവത്തെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു, അർത്ഥത്തിനായി വന്ന് ഞാനിന്ന് അർത്ഥത്തിനൊന്നുമേ തന്നതുമില്ല, പരമാർത്ഥബോധമേക്കേകി. കാര്യം പണത്തിനായിട്ടാണ് വന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ട് തന്നെ ഭഗവാൻ അത് മനസ്സിലായി ഞാൻ എന്തിനാണ് വന്നതെന്ന്. അതുകൊണ്ട് എനിക്കെന്ത് തന്നില്ല? പണം തന്നിട്ടില്ല. അത് എനിക്ക് പരമാർത്ഥത്തെ നൽകി എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. വീട്ടിൽ ചെല്ലുമ്പോഴാണ് കാഴ്ച വളരെ മനോഹരമാർന്ന വീടായി. വീട് മാറി. ആ സമയത്ത് തന്നെ അവിടെ വലിയ സമ്പത്തിലേക്ക് അഭിരമിക്കുന്നവരായി കുചേലൻ്റെ ഭാര്യ പട്ട് സാരിയൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. മക്കളാകട്ടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു നേരം കഴിക്കാൻ ഭക്ഷണമില്ലാത്തവർ ആപ്പിൾ ഓറഞ്ചും വെച്ച് എറിപ്പന്ത് കളിക്കുന്നതൊക്കെ കണ്ടു. കുചേലൻ ഇതെല്ലാം കണ്ടുകൊണ്ട് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് ജപിക്കുകയാണ്. കാരണം എന്താ? ഇതെല്ലാം ഭഗവാനെ നിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്, ഇതൊന്നും ഞാനുമായി ബന്ധപ്പെട്ടതല്ല. കുചേലൻ്റെ ഭാര്യ പറഞ്ഞു, ദേ കണ്ടില്ലേ ഈ സമ്പത്ത് ആ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞു. കുചേലൻ ഇതൊന്നും നോക്കിയില്ല. കുചേലൻ അന്നേരം ഒരു വാക്ക് മാത്രം പറഞ്ഞു, ഇതെല്ലാം മായയാണ്, ഇതെല്ലാം കൃഷ്ണൻ്റെ മായാക്കളിയാണ്, ഇത് ഒന്നിലും ഞാൻ ഭ്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുചേലൻ പിന്നീട് മുന്നോട്ട് വന്നു. ഇനി നമുക്ക് അവിടം വരെയുള്ളൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് വീണ്ടും ബാക്കിയിലേക്ക് പോകാം. ആരാണ് കുചേലൻ? കുചേലൻ എന്ന പദത്തിൻ്റെ അർത്ഥം മുഷിഞ്ഞ ചേലയോടുകൂടിയവൻ എന്നാണ്. മനസ്സിലായില്ലേ? ചേല മുഷിഞ്ഞതായതുകൊണ്ട് കുചേലൻ എന്ന് പറഞ്ഞു. ഇവിടെ കുചേലൻ സുചേലനാവുന്ന ചരിതമാണ് പരീക്ഷത്തിൻ്റെ മുന്നിൽ ശ്രീശുകൻ പറയുന്നത്. അപ്പോൾ കുചേലൻ സുചേലനാവുന്ന എന്തുകൊണ്ടാണ്? നല്ല തുണിയില്ലാത്തത്, പൈസ ഇല്ലാത്തത് കൊണ്ട് പൈസ കിട്ടിയപ്പോൾ നല്ല തുണി മേടിച്ചു കൊടുത്ത് സുചേലനായി ആണോ? അങ്ങനെ ഒരാൾ പണക്കാരനായ കഥ പറയേണ്ട ആവശ്യം ഇവിടെ ഉണ്ടോ? പരീക്ഷത്തിനെ ആത്മീയമായി ഈശ്വരീയമായി ഉയർത്തുന്നതിന് പണമില്ലാത്തവന് പണം ഉണ്ടായ കഥ പറയണോ? വേണ്ട. ഇവിടെ ആരാണ് കുചേലൻ എന്ന് ചോദിച്ചാൽ ഈശ്വരനെ സ്വന്തമാക്കാത്ത ശരീരികളെല്ലാം കുചേലന്മാരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ശരീരത്തെയാണ് ഇവിടെ ചേല എന്ന് പറയുന്നത്. അതാണല്ലോ ചേലയും കൊണ്ട് ആലും കൊമ്പിലൊക്കെ പോയത് ഭഗവാൻ. ഈ ശരീരത്തെയാണ് ഈ ചേല എന്ന് പറയുന്ന വസ്ത്രം, നമ്മുടെ ആത്മാവിൻ്റെ വസ്ത്രമാണ് ഈ ശരീരം. ഈ ശരീരം ഭഗവാനെ നേടാത്തിടത്തോളം കാലം ഈ ശരീരം എന്താ? കുചേലമാണ്. ഭഗവാനെ നേടിക്കഴിഞ്ഞാൽ ഈ ശരീരം എന്തായി മാറും? സുചേലമായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ തന്നെ നമ്മളെല്ലാവരും ആരാണ്? ഇപ്പോൾ സുചേലനാണോ കുചേലനാണോ? നമ്മളെല്ലാം കുചേലൻ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? കഴുത്തി 2 പവൻ്റെ മാലയും 3 പവൻ്റെ മാലയൊക്കെ ഇനി കുചേലനാവാൻ തടസ്സം ഉണ്ടെങ്കിൽ ഇവിടെ വാർപ്പ് വെച്ചിട്ടുണ്ട്. ചിലർക്കൊരു വിഷമം, ഇത്രയൊക്കെ മാലയും വളയൊക്കെ ഇട്ടിട്ട് ഇനി കുചേലൻ എന്ന് പറയുന്ന ഒരു വിഷമമാണെങ്കിൽ ആ വിഷമം ഇപ്പം പരിഹരിക്കാം, ഒരു പ്രശ്നവുമില്ല. അതവിടെ വാർപ്പ് വെച്ചിട്ടുണ്ട്. സെക്രട്ടറി രസീതും തരും. പരീക്ഷിക്കുന്നോ? വേണ്ട. ഇത്രയൊക്കെ ചോദിക്കുമായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ ഇരിക്കില്ലായിരുന്നല്ലേ? അങ്ങനെ പറഞ്ഞല്ല. അപ്പോൾ ഇവിടെ ധനത്തിൻ്റെ പേരിലല്ല എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞത് അല്ലേ? ഇവിടെ കുചേലനെയും സുചേലനെയും തിരിക്കുന്ന ധനത്തിൻ്റെ പേരിലല്ല, ഈശ്വരനെ നേടിയെന്നതും നേടാത്തതുമായ അവസ്ഥ. നേടാത്ത അവസ്ഥയിൽ എല്ലാ ജീവജാലങ്ങളും കുചേലനാണ്, നേടുന്ന അവസ്ഥയിലോ സുചേലനായി മാറും. ഇവിടെ കുചേലൻ യഥാർത്ഥത്തിൽ ഭഗവാനെ നേടാനുള്ള യാത്രയിലാണ് പോയത്. ഇവിടെ ദാരിദ്ര്യം കൊണ്ടാണോ പോയതെന്ന് വെച്ചാൽ ദാരിദ്ര്യം അല്ല യഥാർത്ഥത്തിൽ ഭഗവാനിലൂടെ നേടിയ മാറേണ്ടത്, പ്രാരാബ്ധമാണ്. ജീവിതത്തിൻ്റെ പ്രാരാബ്ധം കൊണ്ടാണ് വീണ്ടും പുനർജനനവും മരണവും ഒക്കെ വന്നു ചേരുന്നത്. ഈ പ്രാരാബ്ധമാണ് ജീവനെ അലട്ടുന്ന ഏറ്റവും വലിയ ദുഃഖം. മനസ്സിലായില്ലേ? ആ പ്രാരാബ്ധങ്ങളെയാണ് ഭഗവാന്റെ പാദത്തിൽ ഉപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ പഠിപ്പിക്കുന്നത്. പ്രാരാബ്ധം എന്തുകൊണ്ടുണ്ടാവും? വാസനകൾ കൊണ്ടും കർമ്മം കൊണ്ടും ഉണ്ടാവും. ഇവിടെ കുചേലൻ ഒന്നിലും വാസനയില്ല. അതുകൊണ്ടാണ് സ്വർണ്ണം ഇട്ടപ്പോഴും മാല ഇട്ടപ്പോഴും വസ്ത്രം ഇട്ടപ്പോഴും ഒന്നും അതിനോട് ബന്ധപ്പെടാഞ്ഞത്.
ഇനി ഇവിടെ കുചേലനുള്ള ഒരു വലിയ സദ്ഗുണം എന്ന് പറയപ്പെടുന്നത് ഈശ്വരഭക്തനാണ്. മനസ്സിലായില്ലേ? എല്ലാ സമയത്തും ഭഗവാന്റെ നാമം ജപിക്കും. പക്ഷേ കുചേലനുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത്, നമ്മളെ രണ്ടും ചർച്ച ചെയ്യണമല്ലോ. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ട് കുചേലന് നമ്മൾ പുറമേ കാണുന്ന ദാരിദ്ര്യ ദുഃഖം വന്നു എന്ന് ചോദിച്ചാൽ അത് കുചേലൻ്റെ സ്വഭാവം കൊണ്ടാണ്. ഒരാൾ വിവാഹം കഴിച്ച് കുടുംബസ്ഥനായി ജീവിക്കാൻ തുടങ്ങിയാൽ അയാൾ എന്ത് ചെയ്യണം? കുടുംബം പോറ്റണം. അല്ലാതെ എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമല്ലോ ഉണ്ടോ? ഇപ്പം നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ വീട്ടിലെ മോളെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അയാൾ എല്ലാ ദിവസവും അമ്പലത്തിൻ്റെ മുമ്പിൽ പോയിരുന്ന് കുളത്തിൽ കുളിച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് ഭസ്മക്കുറിയൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം വരുന്ന നാരായണ 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 എന്നൊക്കെ ജപിച്ച് വൈകിട്ട് കറങ്ങി തൊഴുത് വീട്ടിൽ വരികയാണ്. എല്ലാ ദിവസവും ഇതാണ് ചെയ്യുന്നത്. നിങ്ങൾ പറയുമോ നല്ല പയ്യനാണ്? പറയുമോ? എന്താ കാരണം? ഓരോ ഘട്ടത്തിനനുസരിച്ചും ഓരോ വ്യക്തിയും ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, അല്ലേ? ഇവിടെ കുചേലൻ ഗൃഹസ്ഥാശ്രമിയല്ലേ? വിവാഹം കഴിച്ച് താമസിക്കല്ലേ? ഭഗവാനും ഗൃഹസ്ഥാശ്രമിയാണ്. രണ്ടുപേരും ഗൃഹസ്ഥാശ്രമിയാണ്. ഭഗവാൻ തൻ്റെ ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ശരിയല്ലേ? ഇവിടെ കുചേലനും ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ട കാര്യമാണോ ചെയ്യുന്നത്? അല്ല. ഒരു സന്യാസി ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുകയും ഗൃഹസ്ഥാശ്രമ അവസ്ഥയിൽ ജീവിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്നതാണോ? സന്യാസി ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഈശ്വര ജപമാണ്. പക്ഷേ ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുക. അപ്പോൾ അത് രണ്ടും കൂടെ വൈരുദ്ധ്യമുണ്ട്. യഥാർത്ഥത്തിൽ കുചേലൻ ചെയ്തത് ശ്രേഷ്ഠമാണ്. സന്യാസി ആയിട്ടങ്ങ് പോയാൽ കുഴപ്പമില്ല. ഗൃഹം ഉപേക്ഷിച്ച് പോകണം. ഇത് ഉപേക്ഷിച്ചിട്ടുമില്ല. ഇപ്പോൾ നമുക്കറിയാം ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് സന്യാസം സ്വീകരിക്കാം, ഉപേക്ഷിച്ച് പോകാം. ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചിട്ടുമില്ല, ഇതിൽ നിന്ന് വിട്ടിട്ടുമില്ല, അവിടെ എത്തിയിട്ടും ഇല്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ ഈ ദുഃഖം വരുന്നത്. നേരെ മറിച്ച് തൻ്റെ കുടുംബം നോക്കുന്ന ആളാണെങ്കിലോ ഈ പ്രശ്നം വരുമോ? ആകെ ഒരു ഭാര്യയും മക്കളേ ഉള്ളൂ. കൃഷ്ണനാണെങ്കിൽ എത്രയുണ്ട്? അവിടുത്തെ എണ്ണം നമ്മളൊന്ന് എടുത്തു നോക്കാം. ഇനി കൃഷ്ണൻ്റെ ദാമ്പത്യ പരീക്ഷ എന്നൊരു ഭാഗം കഴിഞ്ഞിട്ടാണ് കുചേലൻ്റെ ചരിതം പറയുന്നത് ഭാഗവതി. കൃഷ്ണൻ്റെ വിവാഹാദി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നാരദ മഹർഷിക്കൊരു സംശയം, ഈ കൃഷ്ണൻ എങ്ങനെയാണ് ഇത്രയും പേരെ കൂടെ ജീവിക്കുന്നത്? സാധാരണ ഒരു ഭാര്യയോടൊപ്പം ജീവിക്കുന്ന നാട്ടിൽ അടി മുഴുവൻ ആര് കണ്ടിട്ടുണ്ട്? നാരദർ കണ്ടിട്ടുണ്ട്. കാരണം നാരദർ ലോകസഞ്ചാരിയാണ്. സാക്ഷാൽ ശിവപാർവതിമാരുടെ ലഹള വരാര് തീർത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നാരദൻ പോയാൽ പിണക്കം തീർന്നു, രണ്ടുപേരോട് അടി കൂടി അവിടെ ഇരിക്കും. ലക്ഷ്മി നാരായണന്മാർ പോലും ഇടയ്ക്കിടയ്ക്ക് പിണങ്ങാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പിണക്കങ്ങളൊക്കെ കണ്ടിട്ടുള്ള നാരദർക്കൊരു അത്ഭുതം, കൃഷ്ണൻ ഇതെന്തൊരു അത്ഭുതമാണ്, ഒരു പിണക്കവും ഇല്ലാതെ ഇത്രയും പേരെ നയിച്ചുകൊണ്ട് എങ്ങനെ പോകുന്നു എന്നുള്ള ചിന്ത വന്നു. അതുകൊണ്ട് തന്നെ നാരദർ കല്യാണവും കഴിച്ചിട്ടില്ല. നാരദർക്കൊരു സംശയം, ഇതൊന്ന് കണ്ടു നോക്കിയാൽ എന്താ? മനസ്സിലായില്ലേ? അപ്പം നാരദർക്കൊരു സംശയം, ഇതൊന്നും ഇവരുടെ ജീവിതത്തിൻ്റെ ഈ കൃഷ്ണൻ്റെ ജീവിതത്തിൽ എന്താണ് യാതൊരു പ്രശ്നവുമില്ലാതെ ജീവിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര വലിയ ജീവിതമാണെന്ന് ആലോചിച്ച് നോക്കുക. ഒരാളെ മേക്കപ്പ് ചെയ്താൽ പോരാ, അല്ലേ? ഒരാളെ മേക്കപ്പ് ചെയ്യുന്നത് തന്നെ വലിയ പ്രയാസമാണ്. ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഊരാനും പറ്റത്തില്ല, ഊരാക്കുടുക്കി പെടുന്ന കണക്കാണ്. അനുഭവം കൊണ്ട് പറയുന്നതല്ല കേട്ടോ, ഞാൻ ഊരാക്കുടുക്കി പെട്ടിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ചിലപ്പോൾ ഇനി അങ്ങനെ ചിന്തിക്കണ്ട. ഊരാക്കുടുക്കിലേക്ക് പോയി പെട്ട് കഴിഞ്ഞാൽ അവിടെ പെട്ടുപോയാൽ അവിടെ പെട്ടുപോയതാണ്, അല്ലേ? ചെറുക്കൻ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടും, പെണ്ണ് ചെറുക്കൻ്റെ കാലിൽ ചരട് കെട്ടും. ഇങ്ങനെയാണ് പറയുന്നത്. ഒരു വടമായിരിക്കും അത് കെട്ടുന്നത്. അപ്പം ഇവിടെ നാരദർ പരീക്ഷിക്കാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ആദ്യം ഒരു വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ അവിടെ ഇരുന്നുകൊണ്ട് ആട്ടുതോട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ പാല് കിടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ മലക്കറി എരിഞ്ഞു കൊടുക്കുന്നു. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ തുണി എഴുതി കൊടുക്കുന്നു. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ തറ ഉടച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അടുക്കളയിൽ പാചകം ചെയ്യുന്നു. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ മുറ്റം തൂക്കുന്നു. അടുത്ത വീട്ടിൽ ഇങ്ങനെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഓരോരോ ജോലി. അവിടെ വീട്ടിലെ ഗൃഹജോലികളിൽ ഭാര്യയോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചില സമയത്ത് ഗൃഹനാഥനൊക്കെ മാറിയിരിക്കുക എങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നാരദർക്ക് മനസ്സിലായി. കാരണം എന്താ? ഒന്നിൽ നിന്നും മാറി നിൽക്കുന്ന ആളല്ല ഭഗവാൻ, ജീവിതത്തിൻ്റെ പ്രായോഗികത സ്വീകരിച്ച ആളാണ് ഭഗവാൻ. മനസ്സിലായില്ലേ? ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രത്യേകത, പ്രായോഗികമായ ജീവിതം സ്വീകരിച്ച ആളാണ് കൃഷ്ണൻ. കല്യാണം കഴിച്ച് ജീവിക്കുമ്പം ഭാര്യയോടൊപ്പം ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഭാര്യയോടൊപ്പം സന്തോഷത്തിൽ കളിയും തമാശയും പറഞ്ഞ് അവർക്ക് സന്തോഷം പകർന്ന്, അല്ലേ, അതിനോടൊപ്പം ആനന്ദിച്ച് ജീവിക്കണം. ഇപ്പോൾ വീട്ടിലൊരു ഭർത്താവ് ഭാര്യ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെന്ന് ഒന്ന് സഹായിക്കാൻ ചെന്ന് നോക്കേ, ആ ഭാര്യയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷം വേറെ കാണാത്ത. ചേട്ടൻ പോയി ഇരുന്നോ, കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നൊക്കെ പറയും. ഈ ചെന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു മാസത്തേക്ക് വഴക്കുണ്ടാവില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊന്ന് ചെന്നാൽ മതി, മലക്കറി ഞാൻ അരിഞ്ഞു തരാം, മീൻ ഞാൻ കണ്ടിച്ച് തരാം,
അല്ലെങ്കിൽ ഞാൻ അരച്ച് തരാമെന്നൊക്കെ പറഞ്ഞു തന്നാൽ അത് മതി, അത്രയേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യും, വേറെ വലിയ കാര്യമൊന്നുമില്ല. അതേ കണക്ക് തന്നെയാണ് ഭർത്താവ് ഏതെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഭാര്യ ഒന്ന് സഹായിക്കുകയും നോക്കെ, 1 മാസത്തേക്ക് പിന്നെ പ്രശ്നമില്ല. ഇവിടെ ഒരാഴ്ചയാണെങ്കിൽ അവിടെ 1 മാസത്തേക്കാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സഹായിക്കും. ഇവിടെ ഭഗവാനാണെങ്കിൽ അങ്ങനെ പോലുമല്ല, എല്ലാ ദിവസവും പരസ്പരം ഇഴുകിച്ചേർന്നല്ലേ ഒരു കുടുംബം മുന്നോട്ട് പോകേണ്ടത്, അല്ലേ? 4 കാര്യങ്ങൾ ഒരു കുടുംബജീവിതത്തിൽ പ്രധാനമാണ്. 4 കാര്യങ്ങൾ വളരെ പ്രധാനമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഉൾക്കൊള്ളുക, രണ്ടാമത്തത് ബഹുമാനിക്കുക, മൂന്നാമത്തത് കേൾക്കുക, നാലാമത്തത് സ്നേഹിക്കുക. 4ാമത്താണ് സ്നേഹിക്കുക. ആദ്യം എന്ത് ചെയ്യണം? ഉൾക്കൊള്ളുക. മനസ്സിലായില്ലേ? നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. പരസ്പരം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെ ഉൾക്കൊള്ളണം. വേണോ വേണ്ടയോ? വേണം. രണ്ടാമത്തത് സഹകരിക്കുക. ബഹുമാനിക്കുക വെച്ചാൽ സഹകരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവരൊരു പരസ്പര പങ്കാളിത്തത്തോട് സഹകരിക്കുക. അത് കഴിഞ്ഞാലോ കേൾക്കുക, ശ്രവിക്കുക. കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ടെല്ലാം ഭാര്യ പറയുകയാണ്, പിന്നെ ഒരു കാര്യമുണ്ട്, ഒന്ന് പോയേ, മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇവിടെ വരുമ്പോൾ ചെവിതല കേൾക്കേണ്ട ഇവിടെ വന്നാൽ അതോടുകൂടി യഥാർത്ഥം കേട്ടാൽ 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഇത് കേൾക്കാതെ ഈ വഴക്ക് പറഞ്ഞതിൻ്റെ പേര് അന്ന് തൊട്ട് പിറ്റേ ദിവസം വൈകുന്നേരം വരെ ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ ഇവിടെ ആരുമില്ല. നമ്മളിവിടെ എന്തെങ്കിലും പറയാൻ ചെന്നാൽ ഇത് മുഴുവൻ നമ്മൾ കേട്ടുകൊണ്ട് നടക്കണം. മനസ്സിലായില്ലേ? അതേ കണക്ക തിരിച്ചു. ഭർത്താവ് എന്തെങ്കിലും കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് ചെന്ന് ഭാര്യ ചോദിക്കുക, എന്തെങ്കിലും ഉണ്ടോ വിശേഷം, എന്തെങ്കിലും പറയണ്ടോ? ചോദിച്ചാൽ പറയാം ഒന്നുമില്ലെന്ന് പറയും. ഇനി ചോദിക്കാതിരുന്നാലാണ് ഒത്തിരി കാര്യം വരുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ കേൾക്കുക. അത് കഴിഞ്ഞാലോ അടുത്ത കാര്യം എന്താ? സ്നേഹിക്കുക. 4ാമതാണ് സ്നേഹിക്കേണ്ടത്. ആദ്യം ഇത് ഇത്രയും കറക്റ്റാണെങ്കിൽ പിന്നെ സ്നേഹിക്കേണ്ടി വരില്ല, അല്ലാതെ തന്നെ സ്നേഹമാവും. അപ്പോൾ ഈ ഒരു ഭാവം കൃഷ്ണൻ്റെ കുടുംബത്തിലുണ്ട്. മനസ്സിലായില്ലേ? ഇത് വെച്ച് നോക്കിയുമ്പോൾ കുചേലൻ്റെ കുടുംബത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കേ. കുചേലൻ്റെ കുടുംബത്തിൽ ഈ പറഞ്ഞ ഉൾക്കൊള്ളലുണ്ടോ? കാര്യം വീട് പട്ടിണിയിലാണ്, ഭാര്യ പറയുന്നതൊന്നും കേൾക്കാതാണ് നടക്കുന്നില്ലേ? ഉൾക്കൊള്ളൽ വളരെ കുറവാണ്. രണ്ടാമത്തതൊന്നും ആലോചിച്ചൊക്കെ സഹകരിക്കലുണ്ടോ? ഉണ്ടോ? അതും കുറവാണ്. പുള്ളി ഫുള്ള് ഈശ്വരനാമം ജപിച്ച് കിടക്കലാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഏറ്റവും അവസാനമാണ് ഗതികെട്ട് പിടിച്ചിരുത്തിയത്, അല്ലേ? അതുവരെയൊന്നും കേൾക്കാൻ തയ്യാറായിട്ടില്ല. കേൾക്കുമായിരുന്നെങ്കിൽ അന്നേ കേട്ടപ്പോൾ തന്നെ ആദ്യം ഒരു ദിവസത്തെ 3 നേരം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് 1 നേരം കുറഞ്ഞപ്പോൾ തന്നെ കേട്ടാണെങ്കിൽ പരിഹരിച്ചു പോകുമായിരുന്നു. കേട്ടിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ സ്നേഹത്തിലും വലിയ മമതയൊന്നുമില്ല. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ പരാജയമായിട്ട് ആർക്ക് വന്നത്? കുചേലന് വന്നത്. അപ്പോൾ കുചേലൻ ഇവിടെ നമ്മളിതിൽ നിന്ന് പഠിക്കുന്നത് എന്താ? ഒരു ജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലയിലാണോ നിൽക്കുന്ന ആ മേഖലയിൽ അവിടുത്തെ ദാരിദ്ര്യം നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കർമ്മം ചെയ്യുക. നമ്മൾ ജോലിയെടുത്ത് നമ്മളതിൻ്റെ കർമ്മം പാലിക്കാൻ കഴിവുള്ളവരെ ഇതിൽ പോകാവൂ, ഗൃഹസ്ഥാശ്രമത്തിൽ പോകാവൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആ നിലയിലേക്ക്, ആ ഒരു നിലയിൽ നമ്മുടെ ഓരോ മേഖല ഏതാണോ ആ മേഖലയ്ക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇവിടെ കുചേലൻ ഭഗവാന്റെ അടുത്ത് ചെന്നു, ഭഗവാന്റെ അടുത്തുനിന്ന് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ തിരിച്ചു വരുന്ന സമയത്ത് ഭഗവാൻ എന്തിനാണ് ഈ സമ്പത്ത് കൊടുത്തത്? കുചേലൻ്റെ ശരീരത്ത് തന്നെ നേരിട്ടിട്ടല്ലോ, ഇട്ടിട്ട് ഊരിയപ്പോഴും കുചേലൻ മിണ്ടില്ല. അപ്പോൾ ഭഗവാൻ ചിന്തിച്ചത് എൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടായിരിക്കാം ഇവനിത് വേണ്ടാന്ന് വെച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ തൻ്റെ സാന്നിധ്യമില്ലാത്ത സ്ഥലമാണല്ലോ വീട്, അവൻ വീട്ടിലേക്ക് കൊടുത്തു. ആ വീട്ടിലേക്ക് കൊടുത്തതിലും കുചേലൻ രമിച്ചിട്ടില്ല. ആ സമ്പത്തിലും കുചേലൻ ഇതെൻ്റേതാണെന്ന മനസ്സ് വെച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അതെൻ്റേതാണെന്ന മനസ്സ് വെച്ചിരുന്നു എങ്കിൽ കുചേലൻ ആ പരീക്ഷണത്തിലും പരാജയപ്പെടും. അതുകൊണ്ടാണ് കുചേലൻ പറയുന്നത് ഇത് ഭഗവാന്റെ മായാക്കളിയാണ്, ഇത് മായയാണ്. എന്തിനാണ്? ഭ്രമിപ്പിക്കാനാണ് എന്നെ. ഇല്ല കൃഷ്ണ, ഞാൻ ഭ്രമിക്കില്ല, കാരണം ഞാൻ നിൻ്റെ പാദങ്ങളിൽ മാത്രമാണ് ആനന്ദം കാണുന്നതെന്ന് പറഞ്ഞ് ഒരു സമ്പത്തിൻ്റെയും കണക്ക് ചോദിക്കാതെ, ഒരു സമ്പത്തിലും ജപിക്കാതെ പണ്ടെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ കുചേലൻ മുന്നോട്ട് പോയി. ഈ ഭാവമാണ് കുചേലന് സദ്ഗതി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ വീട്ടിൽ കിട്ടിയ സമ്പത്ത് കിട്ടിയതല്ല സദ്ഗതി. അങ്ങനെ നാമം ജപിച്ചു പോകുമ്പോൾ കുചേല ഭക്തി ചോദിക്കും, നിങ്ങൾക്കെന്തേ മനുഷ്യ ഒരു ടെൻഷൻ ഇല്ലാത്തത്? ഞാനിവിടെ ടെൻഷൻ കൊണ്ട് കിടന്ന് വിഷമിക്കുക. കാര്യം ഇത്രയും പണം ഇരിക്കുമ്പോൾ കള്ളന്മാർ കട്ടുകൊണ്ട് പോവുമോ? ഈ പണം ഇനി എന്തൊക്കെ ചെയ്യണം? ഇത് ചിലവാക്കും തോറും കുറയുന്നുണ്ടോ? ഇതിനി വേറെ വല്ല കാര്യത്തിന് ഉപയോഗിക്കണം? ഇതൊക്കെയാണ് പത്നിയുടെ. ഇവിടെ പണം ഇല്ലാത്തപ്പോഴും ടെൻഷനില്ലേ? പണം വന്നപ്പോഴും ടെൻഷനില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ പണം ഇല്ലാത്ത സമയത്ത് നമുക്ക് തോന്നും പണം വരുന്നതാണ് ടെൻഷൻ, അല്ല പണം വരുന്നതാണ് സന്തോഷമെന്ന് തോന്നുമില്ലേ? വന്നു കഴിയുമ്പോൾ അതും ടെൻഷനാണ്. ഇവിടെ ഇതൊന്നും അല്ല ടെൻഷൻ. പുറമേയുള്ള ഒരു വസ്തുക്കളുടെ ലഭ്യതയല്ല, ഭഗവാനിൽ മനസ്സ് ചേർന്ന് നിൽക്കുന്നതാണ് ആത്മശാന്തി എന്ന് കുചേലനിലൂടെ കുചേല പത്നിയും പഠിച്ചു. അവസാനം കുചേലനും കുചേല പത്നിയും രണ്ടുപേരും തങ്ങൾക്ക് ലഭിച്ച സമ്പത്ത് മുഴുവൻ മറ്റുള്ള സജ്ജനങ്ങൾക്കും മറ്റുള്ളവർക്കും ദാനം ചെയ്തിട്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അവർ
അവരുടെ ശരീരത്തെ അവർ തീർത്ഥാടനം ചെയ്ത് ഉപേക്ഷിച്ചതാണ് കുചേല സദ്ഗതി. അപ്പോൾ സമ്പത്ത് ഭഗവാൻ ആദ്യം നേരിട്ട് ഇരുന്നപ്പോൾ കൊടുത്തു, അതിലും വേണ്ടാന്ന് വെച്ചു. വീട്ടിൽ കൊടുത്തു, അതിലും വേണ്ടാന്ന് വെച്ചു. മനസ്സിലായില്ലേ? ഭഗവാനേക്കാൾ വലിയ സമ്പത്ത് ലോകത്തില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചതാണ് കുചേല സദ്ഗതി. അവിടെ വരെ പോയി പഠിച്ചില്ലെങ്കിൽ നമ്മൾ എന്തു വിചാരിക്കും? പണം കിട്ടിയതോടുകൂടി അല്ലേ? പിന്നെ നമ്മളൊരു കഥയും കൂടെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്ക്. ഈ മുഹൂർത്തം 3 തവണ പകർത്തി എഴുതിയാൽ മൂത്രമായി മാറുമെന്നൊരു ചൊല്ലുണ്ട്. അതുപോലൊരു കഥയും പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ? പണ്ട് ഗുരുകുലത്തിൽ വെച്ച് കഴിക്കാൻ കൊടുത്ത അവില് അത് ഭഗവാന് കൊടുക്കാതെ കുചേലൻ കഴിച്ച്, അതുകൊണ്ടാണ് കുചേലന് ദാരിദ്ര്യം വന്നൊരു തെറ്റായ കഥ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളത് പരമവിഡ്ഢിത്തമാണ്. ഭഗവാനെ മോശക്കാരനാക്കുന്ന കഥയാണത്. എന്താ കാരണം? ഒരാൾ വിശന്ന് ഇച്ചിരി അവില് കഴിച്ചത് കൊണ്ട് അയാളെ ജീവിതത്തിൽ പട്ടിണി കിട്ടി ദാരിദ്ര്യം കൊണ്ട് അയാളെ ഭാര്യയും മക്കളെ ദുഃഖിപ്പിച്ചവനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? നമ്മൾ ഈ ഭക്തി കൂടുമ്പോൾ വികലമായ കഥയ്ക്ക് അർത്ഥം കൊടുക്കാൻ പാടില്ല. പലയിടത്തും കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പണ്ട് ഞാനും കൊച്ചുനാളിലൊക്കെ പലരുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ അവില് കൊടുത്തപ്പോൾ കുചേലൻ മോട്ടിച്ച് കഴിച്ചു, തുളയിട്ടിട്ട് കഴിച്ചു, അപ്പോൾ കറുമുറ കഴിച്ചു. അതുകൊണ്ടാണ് കറുമുറ കുചേലൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നതെന്ന്. അങ്ങനെയൊന്നുമല്ല. ഇവിടെ എന്തുകൊണ്ട് ദാരിദ്ര്യം വന്നെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ. ഈ ഭഗവാനോടൊപ്പം കുറേ കാലം ജീവിച്ചല്ലോ. ഈ ജീവിച്ച സമയത്തും ഭഗവാൻ എന്ന ഭാവത്തിൽ കൃഷ്ണനെ അറിയാൻ കുചേലന് സാധിച്ചിട്ടില്ല. തൻ്റെ കൂട്ടുകാരൻ എന്ന ഭാവത്തിലാണ് കൃഷ്ണനെ കണ്ടിരുന്നത്. അപ്പോൾ അതാണ് കുചേലൻ്റെ പ്രാരാബ്ധം നീങ്ങാഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഭാവം മാറി സർവാശ്രയവും നഷ്ടപ്പെട്ട് തളർന്നിരുന്നപ്പോൾ ഒരു വിളിയുണ്ടായില്ല ഉള്ളിൽ. ആ ഉള്ളിലെ വിളിയിൽ ഓടിയെത്തി ആപൽബാന്ധവനായി വന്നപ്പോൾ പിന്നെ ആ നിമിഷം മുതൽ കുചേലൻ്റെ മുന്നിൽ കൂട്ടുകാരൻ എന്നതിന് പകരം ആരായി മാറി? ഈശ്വരനായി മാറി. നിങ്ങൾ സാധാരണഗതിയിലും ചിന്തിക്കുക. നിങ്ങളൊരു 3 നേരം ആഹാരം കഴിക്കുക, അത് വിശന്ന് വലഞ്ഞിരിക്കുക, അല്ലെങ്കിൽ 2 ദിവസം കഴിക്കാതെ നിങ്ങൾ ഒരിടത്ത് ഇരിക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ കുറച്ച് ചോറ് വാങ്ങിക്കൊണ്ട് തന്നു, ഒരു ഭക്ഷണം തന്നു. നിങ്ങൾ സത്യത്തിൽ ആ തന്ന ആളിലെ ഈശ്വരനെ കാണില്ലേ? കാണുമോ കാണത്തില്ലയോ? ആ തന്ന ആളാണ് യഥാർത്ഥ ഈശ്വരൻ. മനസ്സിലായില്ലേ? അവിടെ കിരീടവും മൈപ്പീലിയും ചെങ്കൊടിയൊന്നും വേണ്ട. തന്ന ആളാണ് യഥാർത്ഥ ഈശ്വരൻ. വെഞ്ചാമരമൊന്നും വേണ്ട. തളർന്നിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരൊപ്പുന്നവനാണ് നമ്മുടെ ഈശ്വരൻ. മനസ്സിലായില്ലേ? സർവാശ്രയവും നഷ്ടപ്പെട്ടപ്പോൾ സുഹൃത്തെന്ന ഭാവത്തിനപ്പുറം ഈശ്വരനാണ്, തൻ്റെ കാരുണ്യ സ്വരൂപനായ ഭഗവാനാണെന്ന തിരിച്ചറിവ് വന്ന നിമിഷം പ്രാരാബ്ധം നീങ്ങി. ഇതാണ് കുചേല തത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മംഗളപൂർണ്ണമായ കുചേലൻ്റെ